എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമുക്ക് ഇന്ന് അഭിരാമി അന്താതി എന്താണെന്ന് നോക്കാം. അഭിരാമി പട്ടരുടെ അദ്ദേഹത്തിന്റെ ദേവീയ ഉപാസന എങ്ങനെയിരുന്നു നോക്കാം. തൃക്കടിയൂർ ക്ഷേത്രത്തിലെ ശിവപെരുമാളുടെ അർത്ഥാംഗിയാണ് അഭിരാമി. അഭിരാമി എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രശസ്തമായിട്ട് നമുക്കറിയാം. തമിഴ്നാട്ടിലെ 60-ാം വയസ്സ് തികയുമ്പോൾ എല്ലാവരും താലി മാറ്റി കെട്ടുന്നത്, താലിയുടെ രണ്ടാമത് താലി കെട്ടും. അതുവരെയുള്ള നമ്മുടെ ഒരു നവഗ്രഹങ്ങളുടെ പൊസിഷൻ, അതായത് നമ്മുടെ ജാതകം തന്നെ അവിടെ കൊണ്ടുവന്ന് അവർ കത്തിച്ച് കളയും, ഇല്ലെങ്കിൽ ഒഴുക്കി കളയും. എന്നിട്ട് വീണ്ടും രണ്ടാമത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ജീവിതമായിട്ട് സങ്കല്പിക്കും. നമ്മളിപ്പോ ചതുർദശിക്കൊക്കെ നമ്മുടെ പുണ്യ പാപങ്ങളെല്ലാം തന്നെ കിട്ടുന്ന സമ്പത്തെല്ലാം ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ട് ദേവിയുടെ നിന്ന് ഭിക്ഷ ചോദിച്ച് തിരിച്ച് ദേവി തരുന്ന പ്രസാദമായിട്ട് എടുക്കുമ്പോൾ എല്ലാം ഐശ്വര്യമാണെന്ന് പറയും പോലെ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കടിയൂർ ക്ഷേത്രം. തൃക്കടിയൂർ അഭിരാമി ദേവി, അഭിരാമി വല്ലി വളരെ വളരെ പ്രശസ്തി. ഇവിടുന്ന് തന്നെ നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് അവിടെ പോകുന്നുണ്ട്. അപ്പൊ തൃക്കടിയൂർ ക്ഷേത്രത്തില് ശിവപെരുമാളുണ്ട്. ആ ശിവപെരുമാളിന്റെ അർത്ഥാംഗിയായിട്ടിരിക്കുന്ന അഭിരാമി. അന്താതി എന്നാല് ശരിക്കും അന്താതി എന്ന് പറഞ്ഞാൽ ഒരു പോയട്രി എഴുതുമ്പോൾ അവസാനത്തെ 4 വരിയാണ് നമ്മൾ അന്താതി എന്ന് പറയുന്നത്. എഴുതി അവസാനിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്ക് വെച്ചിട്ട് അടുത്ത 4 വരികൾ ആരംഭിക്കുന്ന രീതി വളരെ വളരെ വൃത്തവും പ്രാസവും ഒക്കെ ഒപ്പിച്ച ഒരു സാധാരണ മനുഷ്യന്, അക്ഷരാഭ്യാസം ഇല്ലാത്തവന് മാത്രമല്ല കേവലം പരമമായിട്ടുള്ള ഒരു ജ്ഞാനിക്ക് പോലും 100 ശ്ലോകമൊക്കെ അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവസാനിക്കുന്ന 4 വരി, ആ 4 വരി എഴുതി അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവസാനത്തെ വാക്ക് വെച്ചിട്ട് അടുത്ത 4 വരി എഴുതണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 ശ്ലോകങ്ങള് ദേവിയുടെ നടയിൽ നിന്ന് ഒരാൾക്ക് എഴുതണമെങ്കിൽ ആ ദേവി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാതെ സാധാരണ ഒരു മനുഷ്യനും എഴുതാൻ പറ്റില്ല. ഈ 100 ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 100 മുത്തുക്കളാണ്. കംപ്ലീറ്റ് ശ്രീവിദ്യ ഉപാസന. ആദ്യത്തെ ശ്ലോകം മുതൽ അവസാനത്തെ 100ാമത്തെ ശ്ലോകം വരെ അഭിരാമി 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 എന്ന് വിളിക്കുകയും ആ ഒരു അഭിരമിക്കുന്നവൾ, എന്തിലാണോ നമുക്ക് രമിക്കേണ്ടത്, എന്താണ് നമുക്ക് നമ്മുടെ ശാശ്വതമായിരിക്കുന്ന സത്യം, എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥ സത്യം, അതിൽ നമ്മൾ അഭിരമിക്കണം, അതിൽ സന്തോഷപ്പെടണം. നമ്മുടെ മനസ്സ് എവിടെയായിരിക്കണം? ബാഹ്യവസ്തുക്കളില്ല അല്ല എന്ന് വളരെ പ്രകടമായിട്ട് കാണിക്കുന്ന അഭിരാമി ആ ഒരു ദേവിയുടെ വിഗ്രഹം തന്നെ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മോക്ഷ തുല്യമാണ്. അത്ര ഉയർന്ന ഒരു തലമാണ് ഈ അഭിരാമി വല്ലി എന്ന് പറയുന്ന ദേവിയുടെ അവിടുത്തെ ഒരു ആ അമ്പലത്തിലെ പ്രതിഷ്ഠ. അപ്പോ ഈ ഒരു അഭിരാമി പട്ടം എന്ന് പറഞ്ഞ ആളുടെ നമുക്കത് അദ്ദേഹത്തിന്റെ കഥയിലോട്ട് പോവാം. അപ്പോ ആ അവസാനത്തെ വാക്ക് വെച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അന്താക്ഷരി കളിക്കാൻ പോലും സാധാരണ ഒരു മനുഷ്യന്, സാധാരണ അറിവുള്ള ഒരു കവിക്ക് പോലും കുറെ സമയം എടുക്കും. കാരണം അവസാനത്തെ വാക്ക് വെച്ചിട്ട് അടുത്ത വരി തുടങ്ങുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ 100 ശ്ലോകങ്ങൾ, അത് എല്ലാം ശ്രീവിദ്യ. ആ ഉമാ പരമേശ്വരി, ഉമാ എന്ന് പറഞ്ഞുള്ള ഒരു വാക്ക് വെച്ചിട്ടുള്ള ദേവിയെ ഉമാഭാവത്തില്, പാർവതി ഭാവത്തില് കണ്ടിട്ട് 100 ശ്ലോകങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാല് ശ്രീവിദ്യ ഉപാസനയുടെ അങ്ങേ അറ്റം നിൽക്കുന്ന ഒരു പരമജ്ഞാനിക്ക്, പരമഭക്തന് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അത് നമ്മൾക്കത് വായിക്കുമ്പോഴേ അറിയാവൂ. വളരെ വളരെ വിശേഷപ്പെട്ട 100 എന്താ പറയാ, കാച്ചി കുറുക്കിയ ശ്ലോകം എന്ന് പറയാം. ശ്രീവിദ്യ ഉപാസനയുടെ ഒരു പരമകോടി. ഇങ്ങനെ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഹൃദയത്തിൽ അമ്മയെ ഉൾക്കൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളെ മാത്രം സ്മരിച്ചെഴുതുന്ന ഉയർന്ന ഒരു സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, അത് തന്റെ ജീവിതം തന്നെ അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച ആളാണ് സുബ്രഹ്മണ്യ ഭട്ടർ. അദ്ദേഹത്തിന് അഭിരാമി അന്താതി എഴുതി കഴിഞ്ഞ് കിട്ടിയ പേരാണ് അഭിരാമി പട്ടർ. ആ പേരിലാണ് അദ്ദേഹം പിന്നെ അറിയപ്പെട്ടത്. 100 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രീവിദ്യ ഉപാസനയിലൂടെ വേറൊന്നും നേടാനില്ല. ഈ ഒരു കാവ്യം പഠിച്ചു കഴിഞ്ഞാല് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എല്ലാം എന്താണോ ശ്രീവിദ്യയുടെ ഉപാസന ലക്ഷ്യം, മോക്ഷമാണെങ്കിൽ ആദ്യം നമുക്ക് ധർമ്മത്തിലൂടെ ജീവിക്കണം. എങ്ങനെ? അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കൂ. അദ്ദേഹം എന്തിനു വേണ്ടി ജീവിച്ചു, എങ്ങനെ ജീവിച്ചു, എന്തിന് പണമുണ്ടാക്കി, ആ പണം അദ്ദേഹം എന്തിനു വേണ്ടി വിനിയോഗിച്ചു, എന്നിട്ട് എങ്ങനെ അവസാന കാലത്ത് ദേവി നേരിട്ട് വന്ന്, അതിനാണ് പ്രത്യക്ഷ ദർശനം. കാളിദാസന് കൊടുത്ത പോലെ പ്രത്യക്ഷ ദർശനമാണ് അഭിരാമി പട്ടർക്ക് കൊടുക്കുന്നത്. അതുപോലെ പ്രത്യക്ഷ ദർശനത്തിലൂടെ അദ്ദേഹത്തെ തന്റെ ആ ഒരു പാദപത്മങ്ങളിൽ ചേർക്കാൻ ദേവി നേരിട്ട് ഇറങ്ങി വന്ന കഥ. അത്രയും ഒരു ശ്രീവിദ്യ ഉപാസകന്റെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം
ഈ പ്രപഞ്ചത്തിൽ വെച്ച് തൃക്കടിയൂർ ക്ഷേത്ര നടയിൽ വെച്ച് തന്റെ ശരീരം ഉപേക്ഷിച്ച് ദേവിയുടെ പാദപത്മങ്ങളിൽ ലയിക്കുമ്പോൾ എന്താ പറയാ, അദ്ദേഹം അതിന്റെ മേളിൽ നിന്ന് പറയുന്നുണ്ട്, എനിക്ക് താഴോട്ട് വരണ്ട, ഹിംസ്ര ജന്തുക്കളുള്ള പ്രപഞ്ചം എനിക്ക് വേണ്ട, അമ്മ എനിക്ക് അമ്മയെ മതി, ഈ അഗ്നിയിൽ വീണ് ഞാൻ മരിച്ചോട്ടെ, എനിക്ക് അമ്മ മതി എന്ന്. അത്ര ഉയരത്തില് ഒരു ചെറിയ തെറ്റിന് പോലും അമ്മയെ കുറ്റപ്പെടുത്താതെ തന്റെ കുറ്റമായിട്ട് ഏറ്റെടുത്ത് അമ്മയെ ഉപാസിച്ച്, അതാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. ഈ ഒരു 14 അക്ഷരമല്ല ശ്രീവിദ്യ. നമ്മൾ ഒരുപാട് ശ്രീവിദ്യയെ കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ വിചാരം പഞ്ചദശാക്ഷരി മന്ത്രവും ശ്രീചക്രവും ഒക്കെയാണ് ശ്രീവിദ്യ. ഒരിക്കലുമല്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതിയാണ്. ആ ജീവിക്കുന്ന എളിമ, എല്ലാരോടുമുള്ള സ്നേഹം, സഹാനുഭൂതി, ആ ഒരു കർമ്മനിഷ്ഠ, ആ ജീവിതത്തിന്റെ ഒരു ലാളിത്യം, അമ്മയ്ക്ക് കൊടുക്കുന്ന ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഓരോ വസ്തുവിനും പ്രാധാന്യം കൊടുത്തെങ്കിലും ഈ വസ്തുവിന്റെ, ഈ പൊരുളുകൾക്ക് പുറകിലിരിക്കുന്ന ആത്മശക്തിയായിട്ട് ഇരിക്കുന്ന ആ ഭഗവതിയിലുള്ള അടങ്ങാത്ത, എന്താ പറയുക, ഒരിക്കലും വ്യതിചലിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധി, ഒരു സ്നേഹം, ഒരു സമർപ്പണം, അതാണ് ശരിക്കും ശ്രീവിദ്യ. അല്ലാതെ 15 അക്ഷരം ജപിച്ചുകൊണ്ട് നമ്മൾ ഉപാസകരാവില്ല. എല്ലാവർക്കും ജപിക്കാം ഇല്ലേ, 15 അക്ഷരം അല്ലെ 20 അക്ഷരമാണെങ്കിലും ജപിക്കാം. പക്ഷെ ഉപാസന എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്തുന്നെന്ന് കാണിച്ചു തരുന്നു അഭിരാമി പട്ടരായ സുബ്രഹ്മണ്യർ. നമുക്ക് നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ തൃക്കടിയൂർ ക്ഷേത്ര പരിസരത്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണ ബ്രാഹ്മണൻ ആയിരുന്നു സുബ്രഹ്മണ്യ പട്ടർ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ശക്തി ഉപാസനയിൽ അഗ്രഗണ്യനായിരുന്നു. വളരെ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേവി, എന്താ പറയാ, ആ ഒരു ദേവി 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 എന്നുള്ള ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരുന്നു. ഈ ചെറിയ വയസ്സ് മുതലേ തന്നെ ദേവി, ആ ഉമ എന്ന് പറയുന്ന ദേവിയുടെ പ്രത്യക്ഷ രൂപം സദാ പ്രത്യക്ഷ രൂപം മനസ്സുകൊണ്ട് കാണുകയും സദാ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ക്ഷേത്ര ജീവനക്കാർ, ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇത്, ഇന്നും അദ്ദേഹത്തിന്റെ ആ ഒരു താമസിച്ചിരുന്ന ഗ്രഹം അവിടെ വളരെ വളരെ വിശേഷമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്ര ജീവനക്കാരിൽ ഒരാളായിട്ട് അദ്ദേഹം വളരെ പാവപ്പെട്ട, സാമ്പത്തികമായിട്ട് ഉയർന്ന ആളൊന്നുമല്ലായിരുന്നു. അദ്ദേഹം പഞ്ചാംഗം നോക്കി, തിഥി നോക്കി നാള് പറയുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അതായത് അവിടെ അമ്പലത്തിൽ വരുന്നവർക്ക് എന്നാണ് നാളും തിഥിയൊക്കെ നോക്കി നമ്മുടെ പിറന്നാൾ എന്ന് വരുന്നു, ശ്രാദ്ധം എന്ന് വരുന്നു, ഓരോ കർമ്മങ്ങൾ എപ്പോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിന്റെ. അപ്പൊ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഈ കൊച്ചിലെ നാള് മുതലേ, ജന്മത്തിന്റെ പൂർവ്വജന്മ സുഹൃതമായിരിക്കാം, കൊച്ചുനാള് മുതലേ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ജനിക്കാനും ഈ പറഞ്ഞ അഭിരാമി ദേവിയെ തൊഴാനും മനസ്സിൽ കുഞ്ഞുകാലം മുതലേ ആ ഒരു ദേവി സ്വരൂപം ഉള്ളിൽ ഉറച്ചത് കൊണ്ടായിരിക്കാം എല്ലാവരെയും ഇദ്ദേഹം ദേവി സ്വരൂപമായിട്ട് കാണും. എല്ലാവരെയും, ഏത് സ്ത്രീയെ കണ്ടാലും അദ്ദേഹം എന്ത് ചെയ്യും, അഭിരാമി എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കും. നമ്മൾ എന്താ വിചാരിക്കുന്നത്, സാധാരണ ഒരാളാണെങ്കിൽ ഇയാൾക്ക് എന്താ അസുഖമാണ്, കാണുന്ന റോഡേ നടക്കുന്നവരെല്ലാം അഭിരാമി എന്ന് വിളിച്ച് നമസ്കരിക്കുന്ന ഒരുമാതിരി പുച്ഛത്തിൽ നമ്മൾ വിചാരിക്കും സാധാരണ മനുഷ്യർ. ഇദ്ദേഹത്തിന് അങ്ങനെ ഒന്നും, ആരെന്ത് കാണിക്കണോ അതിനെക്കുറിച്ചൊന്നും ഒട്ടും വിഷമമില്ല, ആർക്കും ഒരു ശല്യമില്ല, ആരോടും ഒന്നും അധികം സംസാരിക്കാൻ പോവില്ല, കിട്ടിയത് കഴിക്കും. പകൽ എന്ത് ചെയ്യും, രാവും പകലും വ്യത്യാസമില്ലാതെ സദാ എന്താണ് അദ്ദേഹത്തിന്റെ നാവിൽ വരുന്നത്, അമ്മ അമ്മ എന്ന് വിളിച്ച് ആ ദേവിയുടെ ക്ഷേത്രത്തിന്റെ വെളിയിൽ, എന്താ പറയാ, ഒരു മൂലയ്ക്ക് ഇരുന്ന് തന്റെ പഞ്ചാംഗം നോക്കി, ബാക്കിയുള്ളവർക്കുമായിട്ട് എന്തെങ്കിലും അവര് നോക്കുമ്പോ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കുന്ന പോലെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുന്ന പോലെ കൊടുക്കും. അവരുമായിട്ടൊന്നും സംസാരിക്കാറില്ല. എന്ത് ചെയ്യും, എല്ലാവരിൽ നിന്ന് അകന്ന് ഏകാന്തമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പലരും ഇദ്ദേഹത്തിന് എന്ത് വിചാരിച്ചു, നമുക്കറിയാം, നമ്മൾ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയ പലരും വാക്ശരങ്ങൾ കൊണ്ട് സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാം. ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ച് നമ്മിലോട്ട് ഒതുങ്ങുമ്പോൾ അവൻ ഒരുപാട് ശരങ്ങൾ ഏൽക്കേണ്ടി വരും, ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങള്. നമ്മള് ബാക്കിയുള്ളവരുടെതെല്ലാം empty vessels make sound ഇല്ലേ, ഉള്ളില് കഴമ്പില്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും അവരുടെ നാവിൽ വരുന്നത് തോന്നിയത് എന്തെങ്കിലും പറയും. പക്ഷെ ഒരു ഉപാസനയില് ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഈ അഭിരാമി പട്ടർ എന്താ ചെയ്തത്, ആളുകൾ പറയുന്ന ഒന്നും അദ്ദേഹം കേൾക്കാറില്ല. അതാണ് ഏറ്റവും രസം. അദ്ദേഹം മറ്റു ജോലിക്കാർക്ക് അവരെന്ത് പറയുന്നു, തന്റെ കർമ്മങ്ങളില് വരും, രാവിലെ ദേവിക്ക് പ്രദക്ഷിണം വയ്ക്കും, അമ്മ അഭിരാമി എന്ന് പറഞ്ഞ് നമസ്കരിക്കും. സാധാ ഏത് സ്ത്രീകളെ കണ്ടാലും അവരെ അമ്മ എന്ന് വിളിക്കും. അവരുടെ ഉള്ളിൽ, കാരണം അവരുടെ ബാഹ്യ ശരീരം ഇദ്ദേഹം കാണുന്നില്ല, ഉള്ളിലിരിക്കുന്ന ഭഗവതിയെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു ജ്ഞാനം സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷേത്ര ജീവനക്കാരെല്ലാം വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തോ അഹങ്കാരമുണ്ട്, ഇയാൾ എന്തോ പറയാ നമ്മളിൽ നിന്ന് വ്യത്യസ്തനായിട്ടിരിക്കണം, ഇവർക്ക് എന്താ ചെയ്യേണ്ടത്, ക്ഷേത്രത്തിലാണ് വരുന്നതെന്ന് പോലും ഓർമ്മയില്ലാതെ ക്ഷേത്രത്തിൽ വരുന്നവരെ കുറിച്ച് പരദൂഷണം പറയുക, നല്ല കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, ക്ഷേത്രം പോലും അടിച്ചുവാരി വൃത്തിയാകാതിരിക്കുക. ഇതൊക്കെ ഇദ്ദേഹമാണെങ്കിലോ ആരെങ്കിലും ഇട്ടിട്ട് പോകുന്ന ജോലി ആരോടും ചോദിക്കില്ല, നല്ല ഭംഗിയായിട്ട് ചെയ്യും.
പിന്നെ തന്റെ കർമ്മങ്ങൾ അവിടെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് തിഥിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഫുൾ ഉള്ളില് അമ്മ അമ്മ എന്നുള്ള ജപം മാത്രം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് സാധാരണഗതിയിൽ നമുക്കറിയാം, അപ്പോ ഒരു വ്യത്യസ്തനായ വ്യക്തിയാവുമ്പോ എപ്പോഴും കുറെ പേരുടെ ദേഷ്യം അവർക്ക് സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ദിവസം ആ രാജ്യത്തിലെ രാജാവ് ആമാവാസി തർപ്പണത്തിന് സമുദ്രം, അതായത് ഈ പറയുന്ന ക്ഷേത്രം ഇരിക്കുന്നത് സമുദ്രത്തിന്റെ 6 ചേരുന്ന സ്ഥലത്ത്, ആറും സമുദ്രവും ചേരുന്ന സ്ഥലത്താണ് നമ്മൾ സാധാരണ പൈതൃകമായിട്ടുള്ള പിതൃതർപ്പണം ചെയ്യുന്നത്. അപ്പൊ രാജാവ്, ഈ ക്ഷേത്രം അതിന്റെ കരയിലാണ് ഇരിക്കുന്നത്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? അവിടെ തർപ്പണത്തിന് വേണ്ടി വന്നു. തന്റെ ഒരു പൂർവികർക്ക് വേണ്ടിയുള്ള തർപ്പണം കഴിഞ്ഞ് എന്ത് ചെയ്തു? കുളിച്ച് അഭിരാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോകാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും അവിടെ അങ്ങനെ ആ ഒരു ക്ഷേത്ര ദർശനത്തിന് കുളിച്ച് വരുന്നു. അപ്പൊ രാജാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവരും എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഒരു രാജ്യത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പോലും രാജാവിന് അധീനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് എന്തും കൽപ്പിക്കാം, അത് നമുക്ക് അനുസരിക്കുക എന്നുള്ളതാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ പോലെ ഡെമോക്രസി അല്ല. ഒരാള് രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൽപ്പനയാണ് എല്ലാം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? തർപ്പണം എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ വന്നു. എല്ലാവരും രാജാവിനെ കാണാനായിട്ട് വളരെ വിനയത്തോടുകൂടി കാത്തുനിന്നു. പൂജാരി ദേവിയുടെ നടയൊക്കെ തുറന്ന് അർച്ചനകളൊക്കെ കഴിച്ച് രാജാവിനെ റിസീവ് ചെയ്യാനായിട്ട് കാത്തിരുന്നു. ഇതൊന്നും നമ്മുടെ അഭിരാമി സുബ്രഹ്മണ്യ അയ്യര് കാണുന്നേ ഇല്ല. അവിടെ ഒരു മൂലക്കിരുന്ന് എന്താ പറയാ, ഈ പറഞ്ഞ തന്റെ ബുക്ക് നോക്കി, ബുക്കിലാണെങ്കിലും ബുക്ക് നോക്കുന്നുണ്ട്, പലതും വായിക്കുന്നുണ്ട്, എല്ലാം ഉള്ളില് കണ്ണടച്ചിരിക്കുന്ന കുറച്ച് സമയം അമ്മ അഭിരാമി ദേവി മാത്രം, അഭിരാമി വല്ലി മാത്രം ഒരു ആമാവാസി, ഒരു കറുത്ത എന്താ പറയുക, ഇരുട്ട് പിടിച്ച രാത്രിയില് എങ്ങനെയാണോ ഒരു പൂർണ്ണചന്ദ്രൻ, ഒരു നിലവ് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത്, അതുപോലെ തന്റെ മനസ്സിൽ മുഴുവനും പൂർണ്ണചന്ദ്രനായിട്ടിരിക്കുന്ന അഭിരാമി ദേവി മാത്രം, അമ്മയുടെ ആ ഒരു ചന്ദ്രക്കല ധരിച്ചിരിക്കുന്ന ആ മുഖം, ആ ഒരു ജ്വലിക്കുന്ന മുഖം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളില്. രാജാവിന് ഇയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. രാജാവ് വന്നു കയറി, എല്ലാവരും എണീറ്റ് നിൽക്കുന്നു. നോക്കിയപ്പോ ഒരു മൂലയില് ഇദ്ദേഹം മാത്രം ഇരുന്ന് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് രാജാവ് വിചാരിച്ചു, ഇത് എന്ത് പറ്റി, എന്താണ് ഇദ്ദേഹം എണീറ്റില്ലല്ലോ, ഒന്ന് എന്നെ കണ്ടിട്ട് പോലും ഒന്ന് എണീറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ അല്ലായിരുന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, മറ്റുള്ള ആ ഒരു ഏഷണി പറഞ്ഞു കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ, അവരോട് ചോദിച്ചു, ആരാണ് ഇയാളെന്ന് ചോദിച്ചു. ആരാണ് ഈ മൂലയ്ക്ക് ഇരിക്കുന്ന ആള്? ഭ്രാന്തനാണോ? സാധാരണ ഒരു നോർമൽ സെൻസ് ഉള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? രാജാവ് വരുമ്പോ എഴുച്ച് രാജാവിന്റെ പ്രീതിക്ക് പാത്രീഭൂതരാവാൻ വേണ്ടി എന്തും താഴെ വരെ നമസ്കരിക്കും. രാജാവ് പോയി കഴിയുമ്പോൾ രാജാവിന്റെ കുറ്റം പറയും. അന്നേ പ്രജകളും എല്ലായിടത്തും ഇതാണ് സ്വഭാവം. ആ ഒരു എന്താ പറയാ, സരസ്വതി ദേവി ചോദിച്ചാൽ ആരാണ് വിട്ടി എന്ന് ചോദിച്ചാൽ രാജാവിനെ പുകഴ്ത്തുന്നവൻ. കാര്യസാധ്യത്തിന് വേണ്ടി അന്യരെ പുകഴ്ത്തുന്നവരൊക്കെ വിട്ടികളാ, പണത്തിന് വേണ്ടി. അവർ യാഥാർത്ഥ്യം അവരുടെ ഉള്ളിലില്ല. അതുപോലെയുള്ളവരുടെ അടുത്താണ് ചോദിച്ചത്. രാജാവ് ചോദിച്ചു, ഇയാൾ ആരാണ്, ഇദ്ദേഹം ആരാണ്, ഇത്രയും തിരക്കായിട്ട് എന്ത് ശ്രദ്ധിച്ചാ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നത്, എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ഇവർക്ക് കിട്ടിയ അവസരം ഇവരൊട്ടും എന്താ പറയാ പാഴാക്കാതെ അവര് പറഞ്ഞു, ഇയാളൊരു മഹാമോശമാണ്, ഇയാള് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ, ബ്രാഹ്മണന്റെ നടപ്പോ എടുപ്പോ ഒന്നുമില്ല, സന്ധ്യാവന്ദനം ചെയ്യാറില്ല, മഹാ അഹങ്കാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്, ഇദ്ദേഹത്തിന് പൂണൂലുണ്ടെന്നേ ഉള്ളൂ, പൂണൂലുള്ളവർക്കെല്ലാം സന്ധ്യാവന്ദനം ചെയ്യണം. 3 സന്ധ്യകളിലും ആ ഒരു 3 സന്ധ്യാവന്ദനം ഇദ്ദേഹം ചെയ്യാറില്ല, ആരെയും വകവയ്ക്കാറില്ല, ഏത് സ്ത്രീകളെ കണ്ടാലും അവരെ നമസ്കരിക്കും. അങ്ങനെയുള്ള ഒരു മഹാ അഹങ്കാരിയായിട്ടുള്ള ഒരു ക്ഷേത്ര ജീവനക്കാരനാണ്. ഇയാൾക്ക് ഇവിടെ ജോലിയാണ് എന്തെന്ന് വെച്ചാല് ഇവിടെ വരുന്ന ഭക്തർക്ക് ഈ പഞ്ചാംഗം നോക്കി അവരുടെ നാളും തിഥിയും, അവരുടെ പണ്ട് ഈ പഞ്ചാംഗം എല്ലാവരുടെയും വീട്ടിലില്ല, 18-ാം നൂറ്റാണ്ടിലെ കഥയെ പറയണത്. ഇന്ന് എന്റെ പിറന്നാൾ എന്നാണ്, കന്നിമാസമാണോ തുലാമാസമാണോ എന്നൊക്കെ ഭക്തർ വന്ന് ചോദിക്കുമ്പോൾ അവരുടെ പിറന്നാളെന്ന്, ചോറൂണെന്ന്, നൂലുകെട്ടെന്ന്, വിവാഹത്തിനൊക്കെ സമയം നോക്കി കൊടുക്കും പഞ്ചാംഗത്തിൽ. ഇതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോ വരുന്നവർക്ക് പഞ്ചാംഗം നോക്കി കൊടുത്ത് എന്താ പറയാ, ആ പൈസ കൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നതെന്നൊക്കെ രാജാവിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ രാജാവ് വിചാരിച്ചു, ശരിയാണ്, ഇയാളെ ഒന്ന് നോക്കാം, ഇയാൾ ഇത്ര വലിയ പഞ്ചാംഗം നോക്കുന്നെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം എണീറ്റ് വന്നു. രാജാവാണെന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ മുഖമൊന്നും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ തെളിയുന്നില്ല, നമസ്കരിക്കുന്നില്ല, സാധാരണ ഒരു മനുഷ്യനെ പോലെ വന്ന് ഇദ്ദേഹം നിന്നു. രാജാവ് ചോദിച്ചു, ഇന്നത്തെ തിഥി എന്താണെന്ന് ചോദിച്ചു. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു ആമാവാസിയാണ്. രാജാവ് വന്നത് ആ കറുത്ത വാവിൽ പിതൃക്കൾക്ക് തർപ്പണം കൊടുക്കാനാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത് ഇന്നത്തെ തിഥി എന്താണെന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇന്ന് പൗർണമിയാണെന്ന്. നോക്കൂ, ഇത്രയും ഏഷണി കേട്ടിരിക്കുന്ന മനസ്സ്, ഒന്നാമതേ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് വീണാൽ മതി, അത് പെട്ടെന്ന് ആളിക്കത്തും, ഇല്ലേ?
രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇന്ന് ആമാവാസിയായിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന പൗർണമിയാണെന്ന് ഇദ്ദേഹം ഉത്തരം പറഞ്ഞു. തന്നെ അധിക്ഷേപിക്കുകയാണ് ഇയാൾ ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞത് ഒന്നും തെറ്റല്ല, എന്റെ കൂടെ വന്നവര് പറഞ്ഞതൊന്നും കള്ളമല്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എന്താ പറയാ കള്ളം പറയുന്ന ആളാണ്, എന്നെ അധിക്ഷേപിച്ചതാണ് എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല രാജാവ്. അപ്പൊ തന്നെ എന്ത് ചെയ്തു, ആ ഒരു ഇദ്ദേഹത്തെ പിറ്റേ ദിവസം കൊട്ടാരത്തിൽ വരാൻ പറഞ്ഞു. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരാൻ പറഞ്ഞു. ഇദ്ദേഹത്തിനൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. രാജാവാണെന്നോ, ശരി വരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? സദാ പൂർണ്ണ ചന്ദ്രവദനയായിട്ടിരിക്കുന്ന ദേവി. ഇതിനകത്ത് വേറൊരു കഥ പറയുന്നുണ്ട്. ഇദ്ദേഹം സമ്പൂർണ്ണ ഉപാസകനായതുകൊണ്ട്, ശ്രീവിദ്യ ഉപാസകനായതുകൊണ്ട് തിഥി നിത്യ ദേവതകൾ വന്ന് അഭിരാമിക്ക് പൂജ ചെയ്യുമ്പോൾ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിക്ക് എല്ലാ തിഥികളും പ്രഥമ മുതല് പ്രഥമ ദ്വിതീയ തുടങ്ങി നമ്മൾ കണ്ടു. കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട തുടങ്ങിയ 15 തിഥി ദേവതമാര് ഓരോ ദിവസവും വന്ന് അഭിരാമിക്ക് പൂജ ചെയ്യും. ഇദ്ദേഹം ഈ പറഞ്ഞ ആമാവാസി ദിവസം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നടന്ന പൂജയില് 16ാമത്തെ മഹാനിത്യയായിരിക്കുന്ന പൗർണമി വന്ന് ദേവിയുമായിട്ട് ചേരുന്നതാണ് ഇദ്ദേഹം മനക്കണ്ണി കണ്ടത്. പ്രപഞ്ചത്തില് അന്ന് ആമാവാസിയായിരുന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സില് 16ാമത്തെ നിത്യയായിട്ടിരിക്കുന്ന പൂർണ്ണ ചന്ദ്രനായിട്ടിരിക്കുന്ന അഭിരാമി ദേവി തന്നെയായിരുന്നു. സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിക്ക് മഹാനിത്യയായിട്ട് കാമേശ്വരനുമായിട്ട് ഐക്യമായിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ മനക്കണ്ണി കണ്ടത്. അതുകൊണ്ടാണ് ഒരു സംശയമില്ലാതെ, ഇല്ലെങ്കിൽ ഇദ്ദേഹം കള്ളം പറയോ? ഒരിക്കലും ഇല്ല. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതാണ്. 15 നിത്യമാര് കഴിഞ്ഞു, 16ാമത്തെ നിത്യയായിട്ടുള്ള പൂർണ്ണചന്ദ്രനായിരിക്കുന്ന മഹാനിത്യയായിരിക്കുന്ന ദേവിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം പറഞ്ഞത്. അപ്പോ എന്ത് ചെയ്തു? ആ ഒരു തെറ്റായിട്ട് തോന്നിയില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആ ഒരു പ്രപഞ്ചത്തിൽ തിരിച്ചു വന്നു. അതുവരെ അദ്ദേഹം വേറൊരു കാൽപ്പനിക ലോകത്തായിരുന്നു, ദേവിയുമായിട്ട് മാത്രമായിരുന്നു. വീട്ടിൽ വന്നപ്പോ കൂരാങ്കൂര് ഇരുട്ട്, ആമാവാസിയാണ്. അയ്യോ, ഞാൻ എന്ത് മഹാപാപം ചെയ്തു ഈശ്വര, ഞാൻ എന്താ ചെയ്തത്? രാജാവിനോട്, രാജാവായിരുന്നു വന്നത്, ഒന്നും അറിയില്ല. രാജാവല്ലേ വന്ന്. അപ്പൊ കൂടെ വന്നവരെല്ലാം പറഞ്ഞു, നിന്റെ കാര്യം എന്തായാലും ഒരു തീരുമാനമായി. രാജാവ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആമാവാസി ദിവസം നിനക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ട് ഒരു ക്ഷേത്രത്തിന്റെ, അതും അംബികയുടെ മുമ്പിൽ വെച്ച്, ഭഗവതിയുടെ മുമ്പിൽ വെച്ച് നീ രാജാവിനോട് എന്താ പറഞ്ഞത്? പൗർണമിയാണെന്നല്ലേ, നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. അവിടെ ശരി, രാജാവിന്റെ അടുത്ത് ചെല്ലാം. അദ്ദേഹം എന്താണ് നമുക്ക് എനിക്ക് വിധിക്കുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കാം. പക്ഷെ എനിക്ക് അമ്മയുണ്ട്, അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് സത്യം തെളിയിക്കാൻ പറ്റും. ഉറച്ച വിശ്വാസം. അവിടെ ഒരു രണ്ടാമത് ആരെന്ത് പറഞ്ഞിട്ട് ഒരു ഭയമില്ല. ശരി, ഞാൻ പോവാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോവാണ് രാജകൊട്ടാരത്തിൽ. അവിടെ ചെന്നു ചോദിച്ചു, നിങ്ങൾ എന്താണ് സുബ്രഹ്മണ്യ ഭട്ടരെ, നിങ്ങൾ എന്താ ചെയ്തത്? ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ വന്നപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഇന്ന് പൗർണമിയാണ്. ഇന്നലെ എന്തായിരുന്നു തിഥി? ഭഗവാനെ, മഹാരാജാവെ ക്ഷമിക്കണം, ഇന്നലെ പൗർണമി അല്ലായിരുന്നു, എനിക്കറിയാം അമാവാസി. പക്ഷെ എന്റെ ഉള്ളില് ദേവി മാത്രമേ ഉള്ളൂ, ആ ഒരു ശക്തി എന്റെ ഉള്ളിലുള്ളൂ. ഞാൻ കണ്ടുകൊണ്ടിരുന്ന എന്റെ സ്വപ്നത്തില് ഞാനും എന്റെ അമ്മയും മാത്രം 16 തിഥിദേവതമാര് പൂജിക്കുന്ന അഭിരാമി വല്ലി, അവിടെ ഞാൻ കണ്ടത് പൗർണമി, ആ അവസാനത്തെ നിത്യ പൂജ ചെയ്യുന്നതാണ്. അറിയാതെ എനിക്ക് എന്റെ നാവിൽ അങ്ങനെ വന്നുപോയി. എനിക്ക് എന്റെ ഉള്ളിൽ കണ്ടതല്ലേ പറയാൻ പറ്റൂ. ഞാൻ പ്രപഞ്ചത്തിലെ യഥാർത്ഥ അമാവാസി കണ്ടില്ല. അങ്ങ് എന്ത് എനിക്ക് ശിക്ഷ വിധിച്ചാലും ഞാൻ അനുസരിക്കാന്ന് പറയുകയാണ്. അപ്പോ ശരി, ഒരു കാര്യം ചെയ്യാം, നിനക്ക് അടുത്ത 15 ദിവസത്തെ സമയം തരുന്നുണ്ട്. അടുത്ത ദിവസം, അടുത്ത അമാവാസി ദിവസം നിനക്കൊരു പ്രത്യേക തരത്തിലുള്ള, അതിനെയാണ് നമ്മൾ ശരനൂൽ യാഗം എന്ന് പറയണത്. ആ ഒരു ശരനൂൽ യാഗത്തില് അന്നത്തെ അമാവാസി ദിവസം നീ പൗർണമിയാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ യാഗത്തിനുള്ളിൽ നീ എന്താണ് അതിന്റെ ശിക്ഷ, അത് നിനക്ക് ഞങ്ങൾ നടപ്പാക്കും. അപ്പോ അമ്മയുടെ ശക്തി, നീ പറഞ്ഞല്ലോ നിന്റെ അമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണെന്ന്, നീ അതൊന്ന് കാണട്ടെ. നീ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന പൗർണമിയാണെന്ന് പറഞ്ഞു തന്ന നിന്റെ അമ്മ, ആ അമ്മ നിന്നെ രക്ഷിക്കാൻ വരട്ടെ. ഇദ്ദേഹം എന്ത് തർപ്പണമാണ് ഈ രാജാവ് ചെയ്തത്? ആ ഒരു പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു, ദേവി ദർശനം നടത്തി. പക്ഷെ ഉള്ളിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ദർശനം നടത്തിയത്. ഇദ്ദേഹം പൗർണമി എന്താ പറയുക, അമാവാസി തർപ്പണം നടത്തുന്നില്ല, ഇദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സദാ അമ്മ, അതാണ് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. മറ്റത് രാജാവ് ചെയ്യുന്നത് ചടങ്ങുകള്, യാന്ത്രികമായിട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഉള്ളിലോ ഉറച്ചിരിക്കുന്ന, മാറ്റാൻ പറ്റാതിരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠ, വിഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അല്ല,
വിശേഷേണ സത്യം ഗ്രഹിക്കാനുള്ള നമ്മുടെ ഉള്ളിലെ പ്രതിഷ്ഠയാണ്. അഭിരാമി ഭട്ടരുടെ ഉള്ളില് ദേവിയുടെ പ്രതിഷ്ഠ, അതാണ് യഥാർത്ഥ പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കല്ലോ മണ്ണോ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപം, അവിടെ വന്ന് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തിരിച്ചു പോകുന്നു. രാജാവ് ചെയ്തത് യാന്ത്രികമായിട്ടുള്ള കർമ്മം, ഈ സുബ്രഹ്മണ്യ ഭട്ടര് ചെയ്തത് തന്റെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥ തന്റെ ചിത് ശക്തി, ചിത് രൂപിണിയായിട്ടിരിക്കുന്ന അമ്മയോട് ചെയ്ത, ലളിതാ ത്രിപുര സുന്ദരിയോട് പൂജ ചെയ്തിരിക്കുന്ന, അതായത് ഞാനും ദേവിയും മാത്രം, അതാണ് ആത്മശക്തിയുമായിട്ട് ഏകാന്തത്തിലിരുന്ന് തന്റെ മനസ്സിൽ വെച്ച് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന സമയാചാരം. ബാഹ്യമായിട്ട് ഒരു പൂജകളുമില്ല, അകത്തിരുന്ന് ഓരോ നിത്യാദേവതകളെ കൊണ്ട് അമ്മയ്ക്ക് തന്റെ മൂലാധാരം മുതൽ സമയാചാരത്തില് ആജ്ഞാചക്രം വരെയുള്ള രത്നസിംഹാസനത്തിൽ ഇരുത്തി ദീപാരാധന കൊടുത്ത് തന്നെ അതിലും ഉയർന്ന നിശബ്ദ ദേശത്ത് കയറ്റി ആ ഒരു ശിവനുമായിട്ടുള്ള സംയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സുബ്രഹ്മണ്യ അയ്യർ എവിടെ ഇരിക്കണോ, ഈ മഹാരാജാവ് എന്ന് പറയുന്ന അദ്ദേഹം യാന്ത്രികമായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ദേവിയുടെ മുമ്പിൽ വന്ന് തൊഴുതിട്ട് പോയ അദ്ദേഹം അവിടെ ഇരിക്കണു. യഥാർത്ഥ ശ്രീവിദ്യ ഉപാസകന്റെ ഉള്ളിലാണ് അമ്മ. ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റില്ല. ആ സിംഹാസനത്തിൽ നിന്ന് അവിടെ ഒരു ഇഞ്ച് അനക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം എന്തു പറഞ്ഞു? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു മനസ്സിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി പുച്ഛത്തോടു കൂടി രാജധാനിയിൽ ഇരുന്നവരൊക്കെ ഇദ്ദേഹത്തെ ഭ്രാന്തനാണ്, എല്ലാ സ്ത്രീകളുടെ കാലിൽ വീണ് നമസ്കരിക്കുന്നവനാണ്, എന്താ പറയാ, ഈ പറഞ്ഞ രാജാവ് ചോദിച്ചപ്പോ മനഃപൂർവ്വം എന്താ പൗർണമി തിഥിയാണ് എന്ന് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കി. ഇതൊന്നും അദ്ദേഹം കണ്ടില്ല, ഇതൊന്നും അദ്ദേഹത്തിന്റെ ദേഹത്തേറ്റില്ല. ഇതുപോലെയാണ് അഷ്ടാവക്രനും. അഷ്ടാവക്രൻ ജനകന്റെ സഭയിൽ വരുമ്പോ എല്ലാവരും അദ്ദേഹത്തിന്റെ 8 വളവുകൾ കൊണ്ട് ചിരിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ലയോ ജനക, അങ്ങയുടെ രാജധാനിയിൽ ഇരിക്കുന്ന ചെരുപ്പ് കുത്തികളാണോ? എന്റെ ശരീരത്തെ കണ്ടിട്ടാണോ അവര് എന്റെ വിധി നിർണയിക്കുന്നത്? എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മശക്തിയെ കാണാൻ തന്റെ രാജധാനിയിൽ, ജനകന്റെ രാജധാനിയിൽ ആരും ഇല്ലേ എന്ന് ചോദിക്കണം അഷ്ടാവക്രൻ. അതുപോലെ ഈ പറഞ്ഞ സുബ്രഹ്മണ്യ അയ്യരുടെ ഉള്ളില് ആ മഹാശക്തി ഇരുന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തെയും അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളെയും കുറിച്ച് വിമർശിക്കുന്നവര് യഥാർത്ഥമായിട്ടുള്ള അമ്മയെ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും ദേവി ഈ പറഞ്ഞ ഉൾക്കണ്ണിലാണ്, ഈ പറഞ്ഞ സുബ്രഹ്മണ്യ ഭട്ടരുടെ ഉൾക്കണ്ണിലാണ് ദേവി ഇരുന്നത്. അവർക്കത് മനസ്സിലാവാത്തത് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അജ്ഞാനമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത 15 ദിവസം ഇദ്ദേഹത്തിന് എന്തു കൊടുത്തു? ശരനൂൽ പ്രമാണം അനുസരിച്ച് യാഗത്തിന് ഉത്തരവിട്ടു. അതായത് അടുത്ത അമാവാസി തിഥിക്ക് യാഗം നടത്തണം. എന്താണ് ശരനൂൽ സൂത്ര പ്രമാണം എന്ന് ചോദിച്ചാല്, സാധാരണഗതിയിൽ ഇപ്പൊ ക്ഷേത്രത്തിൽ തന്നെ എന്തിനെങ്കിലും സത്യം തെളിയിക്കണമെങ്കിൽ അതിനെയാണ് ശരനൂൽ പ്രമാണം. ഇപ്പൊ ക്ഷേത്രത്തിൽ ഇദ്ദേഹം പറഞ്ഞത് കള്ളമാണ്, ഇദ്ദേഹത്തെ കൊണ്ട് സത്യം തെളിയിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ശരനൂൽ പ്രമാണം അനുസരിച്ച് ഒരു വലിയ അഗ്നികുണ്ഡം ജ്വലിപ്പിക്കും. ആ അഗ്നികുണ്ഡത്തിന്റെ മേളില് ഒരു 100 നൂലുകൾ, അതാണ് ശരനൂൽ, 100 നൂലുകൾ കെട്ടും. ആ നൂലുകൾ ചെന്ന് കെട്ടുന്നത് ഒരു ഉറി ഉണ്ടാക്കും. ഒരു ഉറി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഉറിയില് ഈ പറഞ്ഞ ആളിനെ ഇവിടെ വെച്ചാൽ അപ്പൊ ഈ അഗ്നികുണ്ഡത്തിന്റെ മുകളില് എന്താ പറയാ, ഒരു 100 നൂലുകൾ ചേർന്ന ഒരു ഉറി ഉണ്ടാക്കും. അതിൽ നിന്നിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കൾപ്രിറ്റ്, തെറ്റായിട്ട് കള്ളം പറഞ്ഞ ആളിനെ അതിന്റെ മേളിൽ കയറ്റി നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് 100 ശ്ലോകങ്ങൾ പാടണം. പാടാൻ അറിയാത്ത ആൾ എങ്ങനെ പാടും? ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം പാടിയിട്ടില്ല, ഇദ്ദേഹം യാതൊരു ശ്ലോകങ്ങളും എഴുതിയിട്ടില്ല. വളരെ എന്താ പറയുക, സാമാന്യം, വളരെ ദരിദ്രനായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തോട് പറയുകയാണ് അതിന്റെ മേളിൽ കയറി നിന്നിട്ട് 100 ശ്ലോകങ്ങൾ പാടണം. ഓരോ ശ്ലോകങ്ങളും എന്ത് ചെയ്യും? ഇദ്ദേഹം പാടുമ്പോൾ താഴെ പണ്ഡിതന്മാരിരുന്നിട്ട് ഓലയിൽ എഴുതി കഴിഞ്ഞിട്ട് അത് ഹോമത്തിനകത്ത് ഇടും. അവിടെ എന്താ, ഹോമാഗ്നി, ഒരു വലിയ യാഗകുണ്ഡം കൂട്ടിയിരിക്കുകയാണ്. അതിനകത്തോട്ട് ഈ ഓല എറിയും. അത് ഈ പറഞ്ഞ പണ്ഡിതൻ സോ കോൾഡ്, ഒരു പണ്ഡിതന്മാരാണോന്നൊന്നും അറിയില്ല, പണ്ടത്തെ തിരിച്ചറിഞ്ഞവനാണ് പണ്ഡിതൻ. അപ്പോ ഇദ്ദേഹം പറയുന്ന ശ്ലോകങ്ങളെല്ലാം തന്നെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓല ഈ അഗ്നിക്കകത്തിടുമ്പോ കത്താൻ പാടില്ല, പച്ചയായിട്ട് തന്നെ കിടക്കണം. ആ ഒരു വാടാൻ പോലും പാടില്ല, തീ ആളിക്കത്തിക്കൊണ്ടിരിക്കും. അപ്പോ ഈ ഉറിയിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? ഓരോ സമയം ഓരോ ഓല എഴുതിയിടുമ്പോഴും ഓരോ നൂല് മുറിക്കും. അങ്ങനെ 100 നൂലുകള്, ഓരോ നൂല് 1, 2, 3 10 നൂല് മുറിക്കുമ്പോൾ ഒരു സൈഡ് ആടാൻ തുടങ്ങും. ഇല്ലേ, ഒരു മനുഷ്യനല്ലേ അതിന്റെ മേളിൽ നിൽക്കുന്നത്. 100ാമത്തെ 99ാമത്തെ ഓല ഇടുമ്പോഴും പച്ചയായിട്ട് കടന്നില്ലെങ്കിൽ 100ാമത്തെ നൂല് മുറിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ മേളിൽ നിൽക്കുന്ന ആള് ഈ അഗ്നികുണ്ഡത്തിൽ വീണ് പച്ച മാംസം കത്തി മരിക്കും ഈ ഭഗവതിയുടെ മുമ്പില്. ആലോചിച്ച് നോക്ക്, എത്ര വലിയ ശിക്ഷയാണ്. വലിയ എന്താ പറയാ, കള്ളന്മാർക്ക് പോലും കൊടുക്കാത്ത ശിക്ഷയാണ് ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തിരിക്കുന്ന രാജാവ്.
അതായത് തന്റെ അഹംഭാവത്തിന്, തന്നെ ബഹുമാനിച്ചില്ല, തന്നെ ആക്ഷേപിച്ചു എന്നുള്ള ഒരു നിസ്സാര കാരണം കൊണ്ട്. ഇത് അപ്പൊ പണ്ഡിതന്മാര് എല്ലാം റെഡിയായി, പണ്ഡിതന്മാരാണ് ഇത് വിധിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഒരു ഓലയ്ക്ക് പോലും ഒന്നും സംഭവിക്കാൻ പാടില്ല. തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പറയുന്ന ആളിനെ തന്നെ ആദ്യം തന്നെ ഹോമകുണ്ഡം ജ്വലിപ്പിച്ചിട്ടായിരിക്കും അതിന്റെ മേളിൽ കയറ്റുന്നത്. അപ്പൊ തന്നെ അതിന്റെ ചൂട് കൊണ്ട് എരിപിരി കൊള്ളും. ഭയങ്കര ചൂടാണ് അതിന്റെ മേളിൽ. സാധാരണ ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മള് ചുട്ടു പൊള്ളിച്ചുകൊണ്ടേയിരിക്കും. അതായത് സത്യം പറ, സത്യം പറ, നീ എന്തിന് കള്ളം പറഞ്ഞു. നിന്റെ ചുട്ടു പൊള്ളിക്കുന്ന പഞ്ചാഗ്നി മധ്യത്തിലെ പാർവതി ദേവി ഭഗവാന് വേണ്ടി തപസ് ചെയ്ത പോലെ ഈ പറഞ്ഞ ഒരു യാഗാഗ്നി കുണ്ഡത്തിന്റെ മുകളില് 100 നൂലുകൾ കെട്ടിയ ഉറിയുടെ മേളിൽ നിന്ന് ദേവിയെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ പാടണം. ഈ ഓരോ ശ്ലോകം എഴുതുമ്പോഴും താഴെ ഇരിക്കുന്ന പണ്ഡിതന്മാര് അത് ഓലയിൽ എഴുതും. ആ ഓല തീക്കകത്തിടും. ആ തീയില് ഈ ഓല കത്താൻ പാടില്ല. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരെണ്ണം? അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? പാവം അഭിരാമിപ്പെട്ട ഈ സുബ്രഹ്മണ്യ അയ്യര് പറഞ്ഞു, സാരമില്ല, ഇതല്ലേ എനിക്ക് തന്നുള്ളൂ, ഈ ശരനൂൽ പ്രമാണം ഇതല്ലേ, അഭിരാമി അഭിരാമി എന്ന് സദാ ജപിക്കുന്ന ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വളരെ സന്തോഷം ഇത് കേട്ടിട്ട്. കാരണം എന്താ? ഞാൻ ഇന്ന് വരെ അമ്മയെക്കുറിച്ച് ഒരു വരി എഴുതിയിട്ടില്ല. അമ്മയെക്കുറിച്ച് പാടാൻ എൻ്റെ നാവിൽ ഞാൻ കവിയല്ല. അമ്മ എനിക്ക് വാക്കില് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നതല്ലാതെ അമ്മയെക്കുറിച്ച് ഒരു സെന്റൻസ് പോലും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല. ചിലപ്പോ എനിക്ക് അമ്മ തന്ന അനുഗ്രഹമായിരിക്കും ഈ പറയുന്ന ചുട്ടു പൊള്ളിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് അമ്മയെക്കുറിച്ച് ചിലപ്പോൾ എഴുതാൻ പറ്റിയാലോ. നോക്കൂ, ഏത് നെഗറ്റീവ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയും പോസിറ്റീവ് എടുക്കണം. അതാണ് ഭക്തൻ. തനിക്കിത് തന്നത് ചിലപ്പോൾ ദൈവിക നിശ്ചയമായിരിക്കാം. ദേവി എന്നെ കൊണ്ട് ഈ പറഞ്ഞ ശ്ലോകങ്ങൾ, അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, അമ്മ ഞാൻ എഴുതിയിട്ടില്ല, അമ്മ എനിക്ക് അറിയില്ല, എനിക്ക് കവിത്വമില്ല, പഠിത്വമില്ല, ഞാൻ പണ്ഡിതനല്ല, ഞാനൊരു പഞ്ചാംഗം നോക്കുന്ന ആളാണ്. പക്ഷെ അമ്മയുടെ ആഗ്രഹം എന്താ? ഞാൻ അമ്മയെക്കുറിച്ച് 100 ശ്ലോകം എഴുതണമെന്ന്. അതിനാ രാജാവിനെ നിമിത്തമാക്കിയിട്ട് അമ്മ കൊള്ളാം അമ്മ, എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ഈ പറഞ്ഞ ചുട്ടു പൊള്ളുമ്പോ എനിക്ക് ഉള്ളിലിരുന്ന് അമ്മയെക്കുറിച്ച് എഴുതാൻ പറ്റും. ഈ ലോകത്തിന് എനിക്ക് അമ്മയെക്കുറിച്ച് 100 ശ്ലോകം കൊടുക്കാൻ പറ്റിയാൽ അതീക്കരം എനിക്ക് എന്താ അഭിമാനം, അതീക്കരം എനിക്ക് മോക്ഷം പ്രദമായിട്ട് എന്താ ഉള്ളതെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ആ രാജാവിന്റെ ശാസനം ഇദ്ദേഹം എന്ത് ചെയ്തു? സന്തോഷത്തോടെ സ്വീകരിച്ചു. അമ്മയുടെ നടയിൽ നമസ്കരിച്ചു. അമ്മ, എനിക്ക് ഒന്നും പറയാനില്ല, ഇതൊക്കെ അമ്മയുടെ തീരുമാനം. ഞാൻ ആരാ? അനുസരിക്കുന്ന വെറും ഒരു ശരീരം. അമ്മ എന്ത് വേണോ ചെയ്തോളൂ, എനിക്ക് സന്തോഷം. പക്ഷെ എന്നെ ആ ഒരു വാക്പടുത്വം എന്തെന്ന് ഞാനൊരു ഒന്നും അറിയില്ല അമ്മ എനിക്ക്. പക്ഷെ അമ്മ നിശ്ചയിച്ചോണ്ട് അമ്മ ചെയ്യും, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഉറപ്പ് നോക്കൂ, 1% പോലും സംശയമില്ല ദേവി തന്നെ അനുഗ്രഹിക്കുന്നുള്ളതില്. സന്തോഷത്തോടെ സ്വീകരിച്ച് അമ്മയുടെ നടയിൽ നമസ്കരിച്ച് ഒന്നും അറിയാത്ത തനിക്ക് അമ്മയെക്കുറിച്ച് പാടുവാനുള്ള ഒരവസരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് അദ്ദേഹം വീട്ടിൽ പോവുകയാണ്. അഭിരാമി ദേവി എന്താ പറയാ, ആ ഉപാസകർക്ക് ഒന്നും വരുത്തില്ല. വളരെ ചെറിയ കാലം മുതലേ ക്ഷേത്ര സന്നിധിയിൽ വളർന്ന ഇദ്ദേഹത്തിന്, ഒരു ശ്രീവിദ്യ ഉപാസകനായിട്ടുള്ള ഇദ്ദേഹത്തിന് എന്താ ആ ഒരു ഉമാദേവിയായിട്ട്, പാർവതിയായിട്ട്, സരസ്വതിയായിട്ട്, ലളിതാ പരമേശ്വരിയായിട്ടുള്ള ആ പരമ്പൊരുളിനെ അടയണമെങ്കിൽ എന്താ? ഒരു ഗുരുവിനെ കണ്ടെത്തണം. ആ ഒരു മന്ത്രസിദ്ധിയുള്ള ഗുരു, മന്ത്രം സ്വീകരിക്കണം, മന്ത്രദേവതയെ അറിയണം, ഉപാംഗ ദേവതകളെ അറിയണം, അവർ കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. എന്നാൽ ഈ ദേവി പാദസ്മരണം തരുന്ന അറിവും ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മ. എനിക്ക് ഗുരുവില്ല, എനിക്ക് ഒരിടത്തും എന്താ പറയാ, എനിക്ക് അറിവൊന്നുമില്ല. എനിക്ക് അമ്മ തന്നെ എൻ്റെ ഗുരു, അമ്മ തന്നെ എൻ്റെ വഴികാട്ടി, അമ്മയല്ലാതെ വേറെ എനിക്ക് യാതൊന്നുമില്ല. മന്ത്രദേവതയും മന്ത്രവും ഗുരുവും യന്ത്രവും തന്ത്രവും എല്ലാം തന്നെ അല്ലയോ അഭിരാമവല്ലി അമ്മയാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോവാണ്. അദ്ദേഹം വീട്ടിൽ ചെന്നു, ഭാര്യയോട് വിവരമൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന് തന്നെ ഇതിനു മുമ്പേ തന്നെ നമുക്കൊരു കഥ ഇനി ഇതിൽ വരുന്നുണ്ട്. ഈ സുബ്രഹ്മണ്യ ഭട്ടര് തന്നെ ഇതിനു മുമ്പേ ബാലയായിട്ട് ദേവി കാശി വരെ അനുഗമിച്ച കഥ ഇതിനോട് തന്നെ ചേർത്ത് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ നോക്കി നമുക്ക് നിർത്താം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ബാലാപരമേശ്വരിയായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവി ദർശനം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അപ്പൊ ചെന്ന് ഭാര്യയോട് പറയുകയാണ്, എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, രാജാവിന്റെ ഒരു ശാസന. എന്താണ്? എനിക്ക് സമ്പത്തില്ല, അറിവില്ല, ജ്ഞാനമില്ല, ഒന്നുമില്ല, മന്ത്രദീക്ഷ പോലുമില്ല. എനിക്ക് എല്ലാം ദേവിയുടെ പാദപത്മങ്ങള്, അമ്മയുടെ പാദപത്മങ്ങള് ശിരസിൽ വെച്ച് രാവും പകലും ആ നാമം മാത്രം ജപിച്ച് ആ മന്ത്രം മാത്രം ജപിച്ച് ആ ദേവതയുടെ സാന്നിധ്യം അറിയുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കല്ലാതെ ഒന്നുമില്ല.
അപ്പൊ ഭാര്യ പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, രാജാവല്ലേ പറഞ്ഞത്, തീർച്ചയായിട്ടും നമുക്കിനി രാജാവല്ല ഇന്ദ്രൻ വന്നാൽ പോലും നമുക്ക് അഭിരാമി അമ്മയുള്ളപ്പോ, അഭിരാമി വല്യുള്ളപ്പോ നീ എതുക്ക് കവലപ്പെടറേ, നീ എന്തിനു വിഷമിക്കണമെന്ന് ഭാര്യ പറയുകയാണ്. ബാല നേരത്തെ ഇദ്ദേഹത്തിന് 2 കുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിയാണ് ബാലാസ്വരൂപത്തിൽ വന്നിട്ട് ഈ നേരത്തെ തന്നെ ഈ തൃക്കടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇദ്ദേഹം കാശിയിൽ പോകുമ്പോ ശരിക്കും ദേവിയുടെ വേഷത്തിൽ തന്നെ, ഈ സ്വന്തം മകളുടെ വേഷത്തിൽ ദേവി ചെന്നു എന്നൊരു കഥയുണ്ട്. അപ്പൊ ഈ മൂത്ത കുട്ടി പറയണ, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഉറപ്പ്, അച്ഛൻ വിഷമിക്കണ്ട, നീങ്ക കവലപ്പെടാതിങ്ങപ്പ അഭിരാമി വരുവായി, നീങ്ക വിളിച്ചാൽ അഭിരാമി വരുവായി. നോക്കൂ, കുട്ടികൾക്ക് അച്ഛനെ നീ വിളിച്ചാല്, അച്ഛൻ വിളിച്ചാല് ആ അഭിരാമി അമ്മ വരും. കുട്ടികൾക്ക് പോലും അത്രയും ഉറപ്പാണ്. അപ്പോ ആ വ്യക്തിക്ക് എന്താണ്, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ദേവിയെ സാക്ഷാത്കരിക്കണം. തന്റെ ഉള്ളില് അത് മാത്രമാണ് എന്ന്. അത് പിന്നെ അവരെ വിഷമിപ്പിച്ചാല്, അങ്ങനെ ഒരാളിനെ വിഷമിപ്പിച്ചാല് ദേവിക്ക് എന്ത് ചെയ്യും, ആ മനുഷ്യനെ നമുക്ക് പ്രഹ്ലാദനെ വിഷമിപ്പിച്ചപ്പോ നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ വന്ന പോലെ തന്റെ ഭക്തനൊരു വിഷമം വന്ന് അദ്ദേഹത്തെ ചുട്ടു പൊള്ളിച്ചാല്, അദ്ദേഹത്തെ വിഷമിപ്പിച്ചാൽ ദേവി വന്നിരിക്കും, കട്ടായം ഉറപ്പാണ്. കാരണം അവള് ആ ദേവി അമ്മയാണ്, ഭഗവതിയാണ്. അപ്പൊ ഈ ഉറപ്പുണ്ട് ഈ കുട്ടികൾക്കും ഭാര്യയ്ക്കും എല്ലാം. അഭിരാമപ്പെട്ടർ എന്ത് ചെയ്തു, ദേവിയെ പ്രത്യക്ഷമായിട്ട് എന്താ പറയാ നമുക്ക് കാണിച്ചു കൊടുക്കാം, ഈ ശിക്ഷ എനിക്കൊരു അവസരമായിട്ട് എടുക്കുകയാണ്. കാരണം ഞാൻ വിളിച്ചാൽ അമ്മ വരും. അത് അഹങ്കാരം കൊണ്ടല്ല, എന്നെ എന്താ പറയാ, എനിക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും ജ്ഞാനം കിട്ടട്ടെ, അമ്മയെ കാണുമ്പോൾ ജ്ഞാനോദയം ഉണ്ടാകട്ടെ. അവിടെയും അദ്ദേഹത്തിന് ഈഗോ ഇല്ല. ഞാൻ വിളിച്ചാൽ അമ്മ വരും, ഞാൻ അവർക്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള അഹങ്കാരമല്ല. ഞാൻ വിളിച്ചാൽ അമ്മ വരും, ഈ പറഞ്ഞ എന്റെ തെറ്റ്, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഇവർക്കെല്ലാം കാണിച്ചു കൊടുക്കും. മാത്രമല്ല എന്നിലൂടെ ഞാനൊരു നിമിത്തമായി ഇവിടെ ഇരിക്കുന്നവർക്ക് അമ്മയെ കാണാൻ പറ്റുമല്ലോ. അത്ര എളിമയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിന്. അപ്പോ ഈ ശിക്ഷ എന്താ, ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തനിക്ക് ആ ഒരു ദേവത പ്രത്യക്ഷമാകും എന്നുള്ള ഒരു ഉറപ്പ് ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ 15 ദിവസം സദാ അമ്പലത്തിൽ പോയി ദേവിയെ ഉപാസിച്ചു, ദേവിയുടെ അടുത്ത് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ എല്ലാം അമ്മ നോക്കിക്കൊള്ളണം, ഇതാ പറയുന്നത്, അമ്മ നോക്കണം, എനിക്ക് ശ്ലോകം എഴുതാൻ അറിയില്ല, പ്രത്യക്ഷമായിട്ട് അമ്മ നോക്കിക്കൊള്ളണം, യാഗകുണ്ഡമാണ്, പക്ഷെ എനിക്ക് ഒരു ദുഃഖവും ഇല്ല അമ്മ, അമ്മയുടെ നടയില് ഞാൻ വീഴണമെങ്കിലും എവിടെ വീഴും, ഈ യാഗകുണ്ഡത്തിൽ അമ്മയുടെ മുമ്പിൽ വീണ് ഞാൻ അമ്മയുമായിട്ട് ഐക്യപ്പെടും, എനിക്ക് ഒന്നിലും എനിക്ക് കവലയേയില്ല എന്നാ പറയുന്നത്, എനിക്ക് ദുഃഖമില്ല അമ്മ, പക്ഷെ എന്റെ നാവില് നീ വരണം. അമ്മ സരസ്വതി ദേവി, അമ്മയ്ക്ക് ചാമരം വീശുന്ന ലക്ഷ്മിയും സരസ്വതിയും അതിൽ സരസ്വതി ദേവിയെ അയച്ചിട്ട് എന്റെ നാവിലിരുന്ന് 100 അഭിരാമിയെ കുറിച്ച് 100 മുത്തുക്കള് ആ പാദപത്മങ്ങളിൽ എനിക്ക് പുഷ്പങ്ങളായിട്ട് ഇടാൻ പറ്റണം, അതിനെന്നെ അനുഗ്രഹിക്കണം. 15 ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്താ പറയാ, ദേവിയുടെ നടയിൽ മാറാതെ ദേവിയുടെ വിഗ്രഹത്തിൽ കണ്ണു നട്ട് അമ്മ എന്ന് വിളിച്ച് അദ്ദേഹം കഴിഞ്ഞു. അങ്ങനെ 15ാമത്തെ ദിവസം ആമാവാസി, അന്ന് രാത്രിയാണല്ലോ, യാഗകുണ്ഡങ്ങള് പണ്ഡിതന്മാരെത്തി, പണ്ഡിത സദസ്സെത്തി, എല്ലാവരും അഭിരാമി ഭട്ടരെ കുളിച്ച് ചുമന്ന വസ്ത്രമൊക്കെ ഉടുത്ത് സാക്ഷാൽ അദ്ദേഹത്തിന്റെ ഉള്ളില് അഭിരാമി ജ്വലിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അദ്ദേഹത്തിന്റെ മുഖത്തുമൊക്കെ കൂടെ തീവ്രമായിട്ടൊരു പ്രകാശം, ദേവിയുടെ ആ ഒരു അനുഗ്രഹം കണ്ടു. സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് വരികയാണ് അദ്ദേഹം. തന്റെ ആ ഒരു പ്രതിജ്ഞ, രാജാവിന്റെ മുമ്പിൽ താൻ ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരിക്കാനായിട്ട് എല്ലാവരും വന്നു. ആ യാഗകുണ്ഡം തയ്യാറായി, 100 നൂലുകളെ ഉറിയിൽ ചേർത്ത് കെട്ടി, ഓലകളെല്ലാം റെഡിയായി. പണ്ഡിത സംഘം, ഈ പറഞ്ഞ ഏഷണി സംഘങ്ങളും കാണാനായിട്ട് അനേകം ആൾക്കാരും. ഇദ്ദേഹം എന്താ പറയുക, ഒരു മനുഷ്യൻ ജീവനോടെ യാഗാഗ്നി കുണ്ഡത്തില് വീണ് വെന്ത് മരിക്കുന്നത് കാണാൻ. നോക്കൂ, ഒരു മനുഷ്യനോടുള്ള സ്നേഹം. ഇതാണോ ക്ഷേത്രം, ഇതാണോ ഉപാസന? അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കാന്നല്ല ചിന്തിക്കുന്നത്, അദ്ദേഹം അവിടെ വീണ് പെടഞ്ഞ് മരിക്കും, ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറ്റില്ല. കാരണം ഇതുവരെ ഒരു വാക്കുപോലും എഴുതാത്ത ആൾ എങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നത്? പിന്നെ മാത്രമല്ല കള്ളവും പറഞ്ഞിരിക്കുകയല്ലേ, ആമാവാസി ദിവസം പൗർണമി. അപ്പൊ ഇദ്ദേഹത്തിന് ദണ്ഡന കിട്ടണം. ആ ദണ്ഡന കണ്ട എന്താ പറയാ, അത് ആസ്വദിക്കാനായിട്ട് കുറെ പണ്ഡിതന്മാരെ എത്തിച്ചേർന്നു. എല്ലാവരും വന്നു. സമയമായി, യാഗകുണ്ഡം ഒരുങ്ങി. ഇദ്ദേഹം എന്ത് ചെയ്തു, പതുക്കെ ഇദ്ദേഹത്തെ അമ്മ അഭിരാമി എന്ന് പറഞ്ഞ് നടയിൽ ചെന്ന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. എല്ലാമേ ഉൻ കയ്യിലേ, എനക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം ദേവിയുടെ പാദത്തിൽ വെച്ച് ഇദ്ദേഹം മുറിയുടെ മുകളിൽ കയറുകയാണ്. യാഗകുണ്ഡം ജ്വലിപ്പിച്ചു. മന്ത്ര സഹിതമായിട്ടാണ് യാഗകുണ്ഡം ദേവിയുടെ ക്ഷേത്രങ്ങളില്, ദേവിയുടെ
ദേവിയുടെ മന്ത്രത്തോടു കൂടി മാത്രമേ യാഗത്തെ ആ ഒരു അഗ്നിയെ ജ്വലിപ്പിക്കാൻ പറ്റൂ. അഗ്നിക്ക് പോലും തണുപ്പെന്നാ പറയുന്നത്. അത് കണ്ടിരുന്ന ആൾക്കാർ പറയണു അഗ്നിക്ക് ചൂടില്ല. കാരണം തന്റെ ഭക്തനെ വേദനിപ്പിക്കാൻ അഗ്നി പോലും തയ്യാറല്ല. കാരണം അമ്മയുടെ അഷ്ടദിക്പാലകരിൽ ഒരാളാണ് ഈ പറയുന്ന അഗ്നി. ഇത്രയും ഒരു നിർമ്മലമായിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറൻസി ഉള്ള ഒരു ഭക്തനെ വേദനിപ്പിക്കാൻ അഗ്നിയുടെ ചൂടിന് പറ്റില്ല. ആ ഒരു അഗ്നിക്ക് എല്ലാവരും അഗ്നി ജ്വലിപ്പിച്ചപ്പോ ഇത് എന്ത് പറ്റി? അഗ്നിക്ക് പറയുന്ന പോലെ സാധാരണ ചുട്ടു പൊള്ളുന്ന അഗ്നി ഒരു അദ്ദേഹത്തിന് അഭിരാമി ഭട്ടർക്ക് തോന്നിയത് ഒരു എന്താ പറയാ നീർജലം, ഒരു ജലപ്രവാഹം പോലെ തണുപ്പാണ് തോന്നിയത്. ചൂടൊന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അദ്ദേഹത്തിനെ മേളിൽ കയറ്റി നിർത്തി. പണ്ഡിതന്മാർ ഇത് ആദ്യത്തെ ശ്ലോകം തുടങ്ങുക ആ അഭിരാമി എന്ന് വിളിച്ചോണ്ടാ തുടങ്ങുന്നത്. ഓരോന്നിന്റെ അവസാനം അഭിരാമി അഭിരാമി എന്നടി അഭിരാമി, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അയ്യോ അത് ആ വാക്കുകളൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ട് ഹൃദയം തൊട്ട് പറയാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ശ്ലോകമാണ് അഭിരാമിയിൽ. അഭിരാമി അന്താദിയിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ ഓരോന്നും എന്താ പറയുക, ഉദിച്ച സൂര്യനെ പോലെ ചെങ്കതിർ പറഞ്ഞ് നിന്റെ മേനി ആദ്യം ഞാൻ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങുന്ന വാക്കുകൾ. അങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞു. എന്താ പറയാ, ഓരോരുത്തര് ആദ്യത്തെ ഓല എഴുതി അതിനകത്ത് ഇടുകയാണ്. ആ ഓല കത്താതെ പച്ച കളറില് ഒരു ശകലം പോലും അഗ്നി തൊടാതെ എങ്ങനെയാണ് ഒരാള് കൈകൊണ്ട് താങ്ങി നിൽക്കുന്നത്, അഗ്നി ഭഗവാൻ തന്റെ കയ്യിലേറ്റി ദേവിയുടെ മുമ്പിൽ കാണിക്കുന്ന പോലെ ആ ഓരോ ആദ്യത്തെ ഓല ഇട്ടപ്പോ ഒരു ശകലം പോലും ഒരു ഓലയുടെ അറ്റത്ത് പോലും അഗ്നി തൊട്ടിട്ടില്ല. ഈ പറഞ്ഞ അഗ്നി ഭഗവാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നത്. എല്ലാ പണ്ഡിതന്മാരും അതിശയിച്ചു. രണ്ടാമത്തെ ശ്ലോകം തുടങ്ങി അങ്ങനെ ഓരോ ശ്ലോകങ്ങൾ പറയുന്നു. ദേവി ഈ ഇതുവരെ ഒരു ശ്ലോകം ഒരു വാക്കുപോലും പറയാത്ത അഭിരാമി ഭട്ടർ എന്താ പറയാ അന്താദി എഴുതണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ആ ഓരോ ശ്ലോകം നിർത്തുമ്പോൾ അതിന്റെ ലാസ്റ്റ് വാക്കുകൊണ്ട് അടുത്തത് തുടങ്ങാം. അങ്ങനെ 79 ശ്ലോകങ്ങളും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താ, ഓരോ ഓലയും പച്ച ഓലയായിട്ട് ഇങ്ങനെ അടുങ്ങി അഗ്നിയുടെ നടുക്ക് ഇങ്ങനെ കിടക്കുക. ഒരെണ്ണം പോലും കത്തുന്നില്ല അതിനകത്ത്. അപ്പൊ ഇത് ഈ ആളുകളെല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് 79ാമത്തെ ശ്ലോകത്തിൽ എന്ത് ചെയ്തു? അപ്പൊ 79ാമത്തെ ശ്ലോകം വന്നപ്പോ പറഞ്ഞു, അമ്മ ഞാന് അമ്മയുടെ അമ്മയെ കുറിച്ച് ഞാൻ തിഥി ദേവതകളല്ലേ അമ്മ വന്നത്, അമ്മയ്ക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ കണ്ടില്ലേ, 16ാമത്തെ തിഥി അമ്മയല്ലേ, പൂർണ്ണ നിത്യയല്ലേ, ശ്രീചക്ര സ്വരൂപിണിയല്ലേ അമ്മ, എന്തുകൊണ്ട് ഞാൻ ആ ഒരു രൂപത്തെ കണ്ടിട്ട് എനിക്ക് പൂർണ്ണ നിലവാണ്, അമ്മ പൂർണ്ണചന്ദ്രനാണ്, എനിക്ക് അതല്ലാതെ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പാടിയത്, വരൂലേ അമ്മ എന്ന് ചോദിച്ചതും ദേവിക്ക് എന്താ സഹിക്കാൻ പറ്റിയില്ല എന്നാണ്. അപ്പോ ഒരു വലിയ മിന്നൽ പിണറും എന്താ പറയുക, ഒരു ആകാശം മുഴുവനും നിറഞ്ഞ ഒരു പ്രകാശം. എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവരും രാജാവും അവിടെ കൂടിയിരിക്കുന്നവരും ഒക്കെ അവർക്ക് എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ആ ക്ഷേത്രത്തിനകത്തു നിന്ന് വളരെ എന്താ പറയുക ഒരു എന്താ പറയുക വാൽനക്ഷത്രം പോകുന്ന പോലെ അമ്പലത്തിനകത്തു നിന്ന് ഒരു താടങ്കം പോലെ, ഒരു ശ്രീചക്രം പോലെ ഒരു എന്താ പറയാ ഞാൻ ഇതിന് പ്രകാശം, ഒരു പ്രകാശ കഷ്ണം അതിൽ നിന്ന് ആകാശത്തോട്ട് തെറിച്ചു പോയി എന്നാ പറയണത്. ആകാശത്ത് അന്ന് അമാവാസി ദിവസം ഇരുട്ട് പിടിച്ച ആ ഒരു ക്ഷേത്രാങ്കണത്തിൽ നോക്കിയപ്പോ അഭിരാമിപ്പെട്ട അഭിരാമി വരില്ലേ എന്ന ഒരൊറ്റ ചോദ്യം 79ാമത്തെ ശ്ലോകത്തില് ഈ പറഞ്ഞ ആകാശത്ത് 1000 പൂർണ്ണചന്ദ്രന്മാര് നിൽക്കുന്ന പോലെ ഒരു ചന്ദ്രനൊന്നും ഒന്നുമല്ല. ഈ പ്രപഞ്ചത്തിലെ ചന്ദ്രൻ എന്താ, വെറും ഒരു മെഴുകുതിരി ഈ ചന്ദ്രന്റെ മുമ്പില്. ആ ഒരു വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടുകൂടി ആ ഒരു പുഞ്ചിരിച്ചു നിൽക്കുന്ന ദേവിയുടെ മുഖം പോലെ ഈ പറഞ്ഞ എന്താ നിലവ്, പൂർണ്ണ നിലവ് ആകാശത്ത് പ്രകാശിച്ചു. ആ ദേവി ചന്ദ്രമണ്ഡല മധ്യസ്ഥ, ആകാശത്തില് തന്റെ താടങ്കത്തെ പറിച്ചെറിയാണ് തന്റെ ഭക്തന് വേണ്ടിയിട്ട്. ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ദേവിയെ കണ്ടിട്ട് എന്താ ആ ഒരു സദാ പൗർണമി നിലവേ ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, അമ്മ പൗർണമി നിലവ്, ഞാൻ പറഞ്ഞത് കള്ളമല്ല, നോക്കൂ ശ്രദ്ധിക്കൂ. ഭക്തന്റെ വിശ്വാസമാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഒരു സാധന, ശരിക്കും പറഞ്ഞ വിശ്വാസമാണ് സാധന. അപ്പോ ഇദ്ദേഹം എന്താ സന്തോഷം സഹിക്കും. പിന്നെയുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ കണ്ണുനീരോടുകൂടിയാണ്. അമ്മ വന്നു എനിക്ക് വേണ്ടി, എന്റെ അമ്മ വന്നു, ഞാൻ പാടി, ഞാൻ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം, അമ്മ ഈ പറയുന്ന ഉറിയിൽ നിന്ന് എന്നെ താഴെ ഇറക്കാല്. ഇത് വായിക്കുമ്പോഴേ അതിന്റെ ആ ഒരു എസൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി എന്നെ താഴെ ഇറക്കരുത്, അമ്മയെ കണ്ട മുഖത്തില് എനിക്കിനി ലോകം കാണണ്ട, ഈ ലോകം വെറും എന്താ പറയാ കരിക്കട്ടയാണ്, ഈ പ്രപഞ്ച സൗന്ദര്യത്തിന് മുമ്പിൽ, ഈ ഒരു
പൂർണ്ണ നിലവിന്റെ മുമ്പിൽ അമ്മ അഭിരാമി എന്നെ ഇതിൽ നിന്ന് താഴെ ഇറക്കരുതേ, ഈ പറഞ്ഞ മനുഷ്യ മൃഗങ്ങളുടെ മുമ്പിൽ അവരെ ഇനി കാണണ്ട, എനിക്ക് അമ്മ മതി, അമ്മ മതി. എത്ര ഉയരത്തിലാണോ അമ്മ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അമ്മയുടെ അടുത്ത് എനിക്ക് വന്നാ മതി എന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു മകൻ അമ്മയെ കണ്ട സന്തോഷം പോലെ അദ്ദേഹം എന്താ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുകയാണ് വാക്കുകൾ. ആ ഓരോ ശ്ലോകങ്ങളും ദേവി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തില് ദേവി ആവിർഭവിക്കണമെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള മനസ്സിൽ നിന്ന് ആ ഒരു വിളി വരണം, അമ്മാന്ന്. അവിടെ അവിശ്വാസമേ ഇല്ല, വരില്ല എന്നുള്ള വിശ്വാസമല്ല. എന്തുകൊണ്ട് താമസിച്ചു എന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ 79 ശ്ലോകം പാടി ഞാൻ ഇവിടെ ചുട്ടു പൊള്ളുകയല്ലേ, ആഹാ വന്നില്ലേ എന്നല്ല, അമ്മ വരും, എനിക്കറിയാം, വന്നിരിക്കും. ആ ഒരു ക്ഷമയോടുകൂടി, ആ ഒരു സമർപ്പണത്തോടു കൂടി ഇരിക്കുന്ന ആ ഒരു സുബ്രഹ്മണ്യ ഭട്ടരുടെ മുമ്പില് അഭിരാമി എന്ന് പറയുന്ന ദേവിക്ക്, ഒരു അമ്മയ്ക്ക് എത്ര സമയം നിൽക്കാൻ പറ്റും? അമ്മ തന്റെ ഇടത് കുണ്ടലം, ഇടത് കാതിലിരിക്കുന്ന ശ്രീചക്രമായിരിക്കുന്ന ചന്ദ്രനെയാണ് വലിച്ചെറിഞ്ഞത് വെളിയിലോട്ട്. അപ്പോ എന്താ ആ ഒരു ജ്ഞാനസിദ്ധി, ശരിക്കും പറഞ്ഞ അവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ എന്താ ഒരു ഭോഗവും മോക്ഷവും എല്ലാം ഈ ഇദ്ദേഹം കാരണം. ഇദ്ദേഹം എന്താ ആഗ്രഹിച്ചത്? എനിക്ക് മാത്രം മതി എന്നാണോ അമ്മ? എല്ലാവർക്കും വേണം, എല്ലാവർക്കും ജ്ഞാനം കിട്ടണം, എല്ലാവരുടെ മുമ്പിലും അമ്മ എന്താ പറയാ വരണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അത്രയും ശക്തമാണ് ഇതിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ. ദേവിയെ കണ്ടുകൊണ്ടാണ് പാടിയിരിക്കുന്നത്. തുടക്കത്തില് ആ 21, 22, 23 ശ്ലോകങ്ങളൊക്കെ വായിച്ച എന്താ നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് എഴുതാൻ പറ്റുമോ? അത്രയ്ക്കൊരു താതാത്മ്യം, തന്മയീ ഭാവം കാണിച്ചു. ഒരു അമ്മയും മകനും കൂടെ ഒരു സംസാരം, ഒരു ഭക്തനും ഒരു ഈശ്വരനും അല്ല അവിടെ, അമ്മയോട് സ്വന്തം മകൻ പറയുന്ന പോലെ ആ ഒരു ഇതാണ് ശരിക്കും ശ്രീവിദ്യാ സാധന സാധകർക്കൊരു വഴികാട്ടിയാണ് ഈ കാവ്യം. എല്ലാവരും പറയുന്നു, അവിടെ ഇരുന്ന പണ്ഡിതന്മാരും യഥാർത്ഥത്തിലുള്ള എല്ലാവരും പറഞ്ഞു സരസ്വതി ദേവിയാണ് ഇദ്ദേഹത്തിന് അടുത്തിരുന്ന ഓലകൾക്ക് ഈ പറഞ്ഞ് എഴുതാനുള്ളത് പറഞ്ഞു കൊടുത്തു. ആ കണ്ട ദൈവമാണ് അവിടെ ഇരിക്കുന്ന, എന്താ പറയുക, ഇദ്ദേഹത്തിന് വളരെ വിശ്വാസമുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കാണുന്നുണ്ട് സരസ്വതി ദേവി ഇദ്ദേഹത്തിന് ഈ ഓലയിൽ എഴുതണ ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ചെവിയില്. അത് വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോ ആരയച്ചു? സരസ്വതിയെ. അമ്മ എനിക്ക് അറിയില്ല അമ്മ എന്ന് പറഞ്ഞതേ ഉള്ളൂ. തന്റെ വാഗ്ദേവതയായിരിക്കുന്ന സരസ്വതി അയച്ച് ഒന്നും അറിഞ്ഞൂടാത്ത, ജ്ഞാനത്തിന്റെ ABC ഒന്നും പഠിച്ചിട്ടില്ലാത്ത, സംസ്കൃത അക്ഷരം പോലും അറിഞ്ഞൂടാത്ത സുബ്രഹ്മണ്യ ഭട്ടർക്ക് 100 ശ്ലോകങ്ങൾ എഴുതാൻ സരസ്വതി ദേവിക്ക് അല്ലാതെ ആർക്ക് പറ്റും? ഈ നാവിൽ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്? ആ ക്ഷേത്രത്തിൽ ഇന്നും ദേവിയെ പ്രദക്ഷിണം ചെയ്തു വരുമ്പോ അവിടെ ഒരു നീതിപീഠം, അവിടെ ഒരു സരസ്വതി പീഠമുണ്ട്. അവിടെയാണ് ആത്മവിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഒരു ജീവൻ, എന്താ പറയുക, ഈ ജീവൻ ഈ സുബ്രഹ്മണ്യ ഭട്ടർ എന്ന് പറഞ്ഞ ആൾക്ക് നീതിപീഠം ഒരുക്കിയത്. ആര്? മനുഷ്യര് ഭഗവതിയുടെ മുമ്പില്, ഈശ്വര ശക്തിയുടെ മുമ്പില് മനുഷ്യന്റെ അഹങ്കാരമോ ഈ പറഞ്ഞ എന്താ പറയാ പറ്റില്ല എന്നുള്ള ഒരു എന്താ പറയുക, തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള തോന്നലോ ഒന്നുമല്ല. പ്രപഞ്ചശക്തി ഈ അമ്മ എന്ന് പറയുന്നത് നടത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അമ്മയ്ക്ക്. അമ്മ നടത്താത്തതായിട്ടൊന്നുമില്ല. കാരണം ഭക്തന്റെ മനസ്സ്, ആ ഭക്തന്റെ സ്നേഹം, ഭക്തന്റെ സമർപ്പണം, അവിടെ അഭിരാമി വന്നിരിക്കും. അപ്പോ എല്ലാവരും എന്താ പറയണത്? ആ അഭിരാമി ഇനി ഇദ്ദേഹത്തെ സുബ്രഹ്മണ്യ ഭട്ടർ എന്ന് വിളിക്കാൻ പാടില്ല. ഇദ്ദേഹത്തിന്റെ പേരെന്തായി മാറി? അഭിരാമി ഭട്ടർ എന്നായി. അഭിരാമി ഭട്ടർ എന്നാണ് അദ്ദേഹം അതിനുശേഷം അറിയപ്പെടുന്നത്. അതാണ് ആത്മവിശ്വാസവും ഭക്തിയും ഒരു ജീവന് ആവശ്യമുണ്ട്. അഭിരാമി അന്താദിയിൽ ശരിക്കും അദ്ദേഹം തുടങ്ങുന്നത് എന്താ വെച്ചാൽ ഗണപതിയെ സ്തുതിക്കുകയാണ്. അല്ലയോ ഗണേശ, എന്റെ അമ്മയുടെ മകനല്ലേ, എന്റെ വിഘ്നങ്ങൾ മാറ്റൂ. ഗണപതിയെ സ്തുതിക്കുന്നുണ്ട്. രണ്ടാമത് ശിവചൈതന്യത്തെ സ്തുതിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ ഭട്ടർ പറയുന്നു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശിവചൈതന്യം. അപ്പൊ ശിവന്റെ പഞ്ചമുഖ ശക്തി, ദേവിയുടെ ആദ്യത്തെ ശ്ലോകങ്ങളില് ശിവന്റെ പഞ്ചമുഖ ശക്തി, സദ്യോ ജാതം വാമദേവം അഘോരം തത്പുരുഷം ഈശാനനം, 5 മുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലെല്ലാം ജ്യോതി സ്വരൂപമാണ്. സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്. എല്ലാം തൃക്കടിയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു രഹസ്യ പൂജയുണ്ട്. കാരണം അത്രയ്ക്ക് ശക്തിയാണ് അവിടെ. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അതൊരു തില്ല എന്ന് പറഞ്ഞ രഹസ്യമാണ്. ഇവിടെ മൃത്യുഞ്ജയ രഹസ്യം എന്ന് പറയും. കാരണം ഇവിടെയാണ് ശരിക്കും അഭിരാമി അന്താദി ഒരു ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം. അതായത് ശാസനത്തിനെതിരായിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരാള് ശാസിക്കുകയാണ്, ഒരു മഹാരാജാവ് ഒരു ഉത്തരവിട്ടു, അവിടെ അതിനെതിരായിട്ട് ആര് നടത്തി? ദേവി നടത്തി. അതുകൊണ്ട് ശാസനം ചെയ്യുന്നവൾ മഹാരാജ്ഞിയായിട്ടിരിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ശാപമോചനത്തിന്റെ കഥയുണ്ട്. കാരണം ഇത് ഉപാസനയിലൂടെ നമ്മൾ നേടേണ്ടതാണ്. ഈ പറയുന്ന 3 കാലത്തിലും പ്രകൃതി അനുകൂലമല്ലെങ്കിൽ നടക്കില്ല. പ്രകൃതി അനുകൂലമാവണം, മനസ്സിൽ നിന്ന് വാക്കുകൾ വരണം, വാക്ക് പറഞ്ഞു കൊടുക്കാൻ ആള് വേണം, ഇത് ബുദ്ധിയിൽ തോന്നിക്കണം. ഇതൊന്നും ഒരു നിസ്സാര കാര്യമല്ല. ഇല്ലെങ്കിൽ ഈ അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് ഒരു മനസ്സ് ചഞ്ചലമായി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് അതിന് മേളിൽ കയറുന്നതിന് മുമ്പും അതിനു മുമ്പും തന്നെ എന്താ ഉറച്ച മനസ്സാണ് അമ്മയില്. 3 കാലവും സത്യമായിട്ടുള്ളതേ നടക്കുള്ളൂ.
അദ്ദേഹം പറയുന്നുണ്ട്, പ്രപഞ്ചം സത്യമാണെങ്കിൽ, അഭിരാമി സത്യമാണെങ്കിൽ, ഞാൻ തൊഴുത ദേവി സത്യമാണെങ്കിൽ, ഞാൻ പറയുന്ന വാക്ക് സത്യവാക്കാണ്. എനിക്ക് പൗർണമിയെ കാണാൻ പറ്റൂ, അമാവാസി കാണാൻ, കാരണം പരിപൂർണ ജ്ഞാനം വന്ന ആളാണ്, പൂർണ്ണ ജ്ഞാനം കിട്ടിയ ആളാണ് അഭിരാമി പട്ടര്. അവർക്ക് അദ്ദേഹത്തിന് ആമാവാസി ഇല്ല, അദ്ദേഹത്തിന്റെ ഉള്ളില് അജ്ഞാനമേ ഇല്ല. ദേവി ഇരിക്കുന്നിടത്ത് എങ്ങനെ ഇരുട്ട് വരും? അദ്ദേഹത്തിന് എങ്ങനെ ആമാവാസി കാണാൻ പറ്റും? അതാണ് ആ 3 കാലത്തും സത്യമാണ്. അഭിരാമി പട്ടർ പാടുന്നതെല്ലാം തന്നെ സത്യമായിരിക്കും. പൗർണമി വരണം, ഇതിവിടെ സംഭവിക്കണം എന്ന് ആര് പറയണു? ദേവി വാക്കായിട്ട് അഭിരാമി പട്ടരുടെ വായിൽ നിന്ന് വരികയാണ്. അപ്പൊ അതെല്ലാം ആർക്കാണ് അനുഭവം വരുത്തിച്ചത്? ഇത് ആരോടാ പറയണത്? ദേവിയോട്. കാരണം അഭിരാമി, നീയല്ലേ ഈ പ്രപഞ്ചം, നീയാണ് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും പ്രപഞ്ചവും കാറ്റും ഞാനും പ്രാണനും കാലവും നീയാണെങ്കിൽ, നീ എന്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം സത്യവാക്കായിരിക്കണം. നോക്കൂ ആ ഉറപ്പിൽ ദേവിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് ശിവമയമാണെന്ന് പറഞ്ഞ് ഓരോ യജ്ഞവും ശിവമയമാണ്. ഒരു പൂജ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിനെ പൂജിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, ഏത് സമയത്തും നമ്മൾ ഏത് പൂജയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യണം? ആദ്യം ആ ശിവതത്വം, വിദ്യാതത്വം, ആത്മതത്വം, നമ്മൾ ഈ 3 തത്വങ്ങളെ അറിഞ്ഞ്, ശരീരത്തെ അറിഞ്ഞ്, ആത്മാവിനെ അറിഞ്ഞ് യഥാർത്ഥ സ്വരൂപത്തെ പൂജ ചെയ്യണം. എന്തുകൊണ്ടാണ് ദേവിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പ്രാണായ സ്വാഹ കഴിഞ്ഞിട്ട് ബ്രഹ്മണേ സ്വാഹ പറയുന്നത്? ബ്രഹ്മമാണ് ഞാൻ, എന്റെ ഉള്ളിൽ ബ്രഹ്മശക്തിയുണ്ട്, ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. ഇതിനെയാണ് ആത്മപൂജ എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ളതെല്ലാം എന്താ? മാറാം, വരാം, പോവാം, ഇല്ലേ? ബാഹ്യമായിട്ട് പടം ഇരുന്നാലും ബാഹ്യമായിട്ട് വിഗ്രഹം ഇരുന്നാലും എന്ത് ചെയ്യണം? പൂജ എവിടെയായിരിക്കണം? ആത്മാവിനായിരിക്കണം. അതിനെ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അപ്പൊ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി പറയാൻ സാധിക്കുള്ളൂ. ഗണപതിയെ വന്ദിച്ചു അദ്ദേഹം. തന്മയി, പരാർത്ഥം, ക്ഷേത്രം, ഏറ്റവും ഏറ്റവും ഉള്ളില് ഉയർന്നത് ഉള്ളിലെ പൂജയാണ്. അവിടെയാണ് അത് നടന്നത്. അല്ലാതെ അദ്ദേഹം ബാഹ്യമായിട്ട് ഒന്നും ചെയ്തില്ല. ഉള്ളിലിരിക്കുന്ന ശക്തിക്ക് ആ ഒരു യഥാർത്ഥ ശക്തി പുറത്ത് ആവിർഭൂതയായി. അല്ലാതെ ക്ഷേത്രത്തിനകത്ത് ആ വിഗ്രഹത്തിലിരിക്കുന്ന ദേവി എന്നല്ല. ഇദ്ദേഹത്തിന്റെ ഉറപ്പും ശ്രദ്ധയും ഭക്തിയും പ്രപഞ്ചത്തിൽ അത് സംഭവിപ്പിച്ചു. തന്റെ ഉള്ളിലിരിക്കുന്ന ദേവി പുറത്തു വന്ന് അദ്ദേഹം എന്തു പറഞ്ഞു അതിനെ സത്യവാക്കായിട്ട് തീർത്തു. അവിടെയാണ് എന്താ? ആ ദേവിക്ക് ശരിക്കും ചെമ്പകമാല ചാർത്തി ആ ഒരു ചുമന്ന മാല ധരിച്ച് ശിവശക്തി ഐക്യ രൂപിണിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് തൃക്കടിയൂർ ക്ഷേത്രത്തില്. തില്ലൈ എന്ന് പറഞ്ഞാൽ രഹസ്യ സ്ഥാനമാണ്, ചിദംബര രഹസ്യമാണ് അവിടെ നടക്കുന്നത്. എന്താണ് ചിദംബര രഹസ്യം? അവിടെ പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ ആ രഹസ്യം അറിയാൻ സാധിക്കുള്ളൂ. തൃക്കടിയൂർ ക്ഷേത്രത്തില് ആവാഹനം എന്താ ചെയ്യുന്നത്? ഇപ്പോഴും ആവാഹനം ഇല്ല. അവിടെ എന്താണ്? അത് വെളിയിൽ തന്ത്രികൾ പറഞ്ഞു കൊടുക്കില്ല. കാരണം അവിടെ ആവാഹനം സ്വന്തം ആത്മാവിനാണ്. എങ്ങനെയാണോ സുബ്രഹ്മണ്യ ഭട്ടര് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പൂജിച്ച് ആത്മാവായിരിക്കുന്ന ദേവിയെ പ്രകടീകൃതമാക്കി തന്റെ താടകങ്ങളെ വലിച്ചെറിഞ്ഞ് പ്രപഞ്ചത്തിൽ ഒരു ശക്തിയെ കാണിച്ചു കൊടുക്കാൻ പറ്റിയോ, അവിടെ ആർക്കും അവിടെ ചെന്ന് പൂജ ചെയ്യുന്നവരുടെ അടുത്ത് ഇപ്പൊ പറയുമെന്ന് എനിക്കറിയില്ല, സാധാരണഗതിയിൽ അവര് ആത്മപൂജ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം 60 വയസ്സ് നമുക്കൊരു ഒരു കാലഘട്ടമാണ്, ജീവിതത്തിന്റെ 60 വർഷങ്ങൾ. പിന്നെ തരുന്നതെല്ലാം ദേവിയുടെ അനുഗ്രഹമാണ്. അപ്പൊ അതുവരെയുള്ള നമ്മുടെ ജാതകങ്ങളെല്ലാം അവിടെ ഒഴുക്കാൻ പറയും. എന്താ കാരണം? നമുക്ക് ഇനി തരുന്നത് നമ്മുടെ ജീവന്റെ, നമ്മുടെ പ്രാണന്റെ അധികാരി ആരാണ്? അമ്മയാണ്. അമ്മ തീരുമാനിക്കുമ്പോൾ വരും, അമ്മ തീരുമാനിക്കുമ്പോൾ ശരീരം വിട്ടുപോകും. അതുകൊണ്ട് പിന്നെ പുതിയതായിട്ട് താലി കെട്ടുക, പുതിയതായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. ഈ പറഞ്ഞ 60-ാം പിറന്നാൾ കഴിഞ്ഞിട്ട് പിന്നുള്ള ഓരോ പൂർണ്ണചന്ദ്രനെ കാണുന്നതും അമ്മയുടെ അനുഗ്രഹമാണെന്ന്, അമ്മയുടെ നിവേദ്യമായിട്ട്, അമ്മയുടെ പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് അവിടെ അഭിഷേകം എന്താ ചെയ്യുന്നത്? അവിടെ അഭിഷേകം ശരിക്കും ആത്മാവിനാണ് അഭിഷേകം. സ്വയം അഭിഷേകം ചെയ്യണം. ആത്മപൂജ ചെയ്തതിന് ശേഷം മാത്രമേ ഹൃദയത്തില് ശിവനെ കണ്ട്, ശിവലിംഗത്തെ കണ്ട് എന്ത് ചെയ്യണം? അവിടെ കൂടെ ഇരിക്കുന്ന ഭഗവതി, ശിവലിംഗത്തിൽ പൂജ ചെയ്യണം, അമ്മയെ അഭിരാമിയെ കാണണം, എന്നിട്ട് വേണം അവിടെ പോയി. ഇതാണ് അവിടുത്തെ ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അതാണ് തൃക്കടിയൂർ ക്ഷേത്രത്തിന് ഇത്ര ഒരു സ്ഥല പെരുമയുള്ളത്, ഇത്രയും പറഞ്ഞ ഒരു ശക്തിയുള്ളത്. അപ്പൊ ആത്മാവിനാണ് ശക്തി, പുറത്തല്ല. അപ്പൊ രാവിലെ വിരിഞ്ഞ അവിടെ ശരിക്കും പറഞ്ഞ രാവിലെ വിരിഞ്ഞ പൂവ്, അതായത് ഈ പറഞ്ഞ അർച്ചന ചെയ്യുന്നതിന് വണ്ടിരുന്ന പൂവ് എടുക്കില്ല. അത്രയ്ക്ക് ആ ഒരു വണ്ടിരുന്ന പൂവെന്ന് പറഞ്ഞാൽ തേൻ നഷ്ടപ്പെട്ട പൂവ് ചത്തതുപോലെയാണ്, അല്ലെ? അതുപോലെ നമ്മുടെ ആത്മാവ്, നമ്മുടെ തേൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ആത്മശക്തി, ആ ഒരു പ്രതീകമായിട്ടാണ് ഈ പൂ കൊടുക്കുന്നത്. രാവിലെ 3:30 അവര് പൂ പറിക്കും ഇവിടുത്തെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ തേൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മശക്തിയാണ്, ഭഗവതിയാണ്. കയ്യില് അളിപൂർണ രത്നചഷകം രക്തോത്പലം വിപ്രതിയും, കയ്യില് പൂർണ്ണ ചഷകമായിരിക്കുന്ന തേൻ കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മശക്തിയാണ് ദേവി. അത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആത്മധ്യാനം ചെയ്യണം. എന്നിട്ട് തന്റെ ഉള്ളിലെ 7 ചക്രമാകുന്ന താമരയില്
ഭഗവാനെ കാണണം, മൂലാധാരം ഗണപതിക്ക് തുടങ്ങി തന്റെ സഹസ്രാരത്തിൽ ശിവനെയും കണ്ടിട്ട് അവസാനിപ്പിക്കണം. ഇതാണ് ശരിക്കും ഒരു മനുഷ്യന്റെ ജീവൻ, ഒരു ജീവിതം. അതാണ് അഭിരാമി അന്താദി. എന്താണ് അഭിരാമി അന്താദി? തന്റെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ അവസാനത്തെ മോക്ഷ സാധനയായിരിക്കുന്ന തന്റെ ശക്തിയെ, തന്റെ ആത്മശക്തിയെ യഥാർത്ഥം എവിടെയാണോ ലയിപ്പിക്കേണ്ട, സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് യോജിക്കുമ്പോൾ അവനെന്താ? മോക്ഷപദമാണ്. അപ്പൊ എവിടെ തുടങ്ങി? അഭിരാമി. എവിടെ അവസാനിച്ചു? അന്താദി, അന്തം. ആദിയും അന്തവും. എന്താണ് ആദി? ജീവൻ. ഒരു ജീവൻ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അവന്റെ തുടക്കം. ഒടുക്കമോ? അന്തം. അന്താദി. ആദി എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവന്റെ അവസാനം. എവിടെ നിന്ന് വന്നോ അവിടത്തേക്ക്. അതുവരെ എവിടെയായിരിക്കും? അവിടെ എത്തുന്നത് വരെ ആ ജീവൻ ഈ പ്രപഞ്ചത്തില് ജനന മരണ ചക്രങ്ങളിലൂടെ പുനരഭിജനനം, പുനരഭിമരണം. അഭിരാമി അന്താദി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ അഭിരാമി എന്ന് പറയുന്നത് ആ ഒരു തുടക്കം, ദേവിയിൽ നിന്ന് വന്ന തുടക്കത്തെ മനസ്സിലാക്കി അവസാനം അന്തത്തിൽ എന്ത് ചെയ്യണം? ഒടുക്കം എവിടെയായിരിക്കണം? അഭിരാമിയിൽ തന്നെ ആയിരിക്കണം, ദേവിയിൽ തന്നെ ആയിരിക്കണം. ദേവി നമ്മളെ ശിവനിൽ എത്തിക്കും. ഇപ്പൊ തൃപ്തി, സന്തോഷം, അഴക, മനസംതൃപ്തി എല്ലാമാണ് എന്താണ് ഈ എന്താ പറയുക ദേവിക്ക് പൂജ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഈ പറഞ്ഞ തൃക്കടിയൂർ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ആ ഒരു ദുഃഖങ്ങൾക്ക് അറുതി തരിക, ദുഃഖങ്ങൾക്ക് വിട തന്ന് സന്തോഷത്തിന് തുടക്കം തന്ന് എല്ലാ സത്കർമ്മങ്ങൾക്കും, അതായത് അവിടെ ചെന്ന് സമർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ അഭിരാമി നമുക്ക് ആ ഒരു ശിവം നമ്മുടെ ഉള്ളിലിരിക്കുന്ന മംഗള സ്വരൂപമായിട്ടിരിക്കുന്ന ആത്മചൈതന്യത്തെ കാണിച്ചു തരും. എങ്ങനെയാണോ ഈ പറഞ്ഞ സുബ്രഹ്മണ്യ ഭട്ടര്, അഭിരാമി ഭട്ടര് അതിരുകളില്ലാത്തതാണ്. കാരണം അതിന് നമുക്ക് ശരീരമാകുന്ന അതിരുകൾ വയ്ക്കാൻ പറ്റില്ല. അഭിരാമി എന്ന പേര് ഉച്ചരിച്ചാൽ പോലും പുണ്യം എന്നാ പറയണത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം നമ്മുടെ 3 കാലങ്ങളിലും പുണ്യം തരുന്ന വാക്കാണ് അഭിരാമി. അഭിരമിക്കുന്നവൾ തന്റെ ആത്മാവിൽ. ആത്മാവാരാണ്? ശിവതത്വം. ശിവത്തിൽ അഭിരമിക്കുന്നവൾ അഭിരാമി. നമ്മൾ ഓരോരുത്തരും അഭിരാമിമാരാണ്. കാരണം നമ്മുടെ ഉള്ളിലാണ് ശക്തി ഇരിക്കുന്നത്. അതിൽ നമ്മൾ രസിക്കണം. അല്ലാതെ പുറത്തുള്ള ചൈതന്യങ്ങളിലോ പുറത്തുള്ളതിലോ അല്ല. പുറത്തുള്ളത് എന്നും പുറത്തേ നിൽക്കുള്ളൂ, അകത്ത് വരില്ല. പുറത്തുള്ളതെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടത്, അകത്തുള്ളത് യഥാർത്ഥമായിട്ടുള്ള സത്യം അത് മാത്രമാണ് നമ്മുടെ കൂടെ വരുന്നത്. ഇപ്പൊ തൃക്കടിയൂർ ക്ഷേത്രത്തില് പണ്ടൊരു ദർശനം മുറയുണ്ടായിരുന്നു. ആദ്യം ഗണപതിയെ വണങ്ങണം, രണ്ടാമത് അമൃതനാരായണനെ വണങ്ങണം. അവിടെ തൃക്കടിയൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് യമദർശനം നടത്തണം. കാരണം അവിടെ മൃത്യുഞ്ജയനായിട്ടിരിക്കുകയാണ് അഭിരാമി. അഭിരാമി ഈ തൃക്കടിയൂർ ക്ഷേത്രത്തില് ശിവൻ മൃത്യുഞ്ജയനായിട്ടിരിക്കുന്നത്. എന്താണ് മൃത്യുഞ്ജയനായിട്ടിരിക്കുന്നത്? അതാണ് അമൃത ഗണേശ്വരൻ എന്ന് പറയുന്ന ആ ദർശനം ചെയ്യണം എന്ന് പറയുന്നത്. ഈ മൃത്യുഞ്ജയൻ എന്ന് പറയുന്ന രൂപം എവിടെയാണ് നമുക്ക് അറിഞ്ഞൂടെ? ഭഗവാന്റെ അഘോര ഭാവം. തന്റെ 16 വയസ്സുള്ള മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ തന്റെ ശിഷ്യനെ രക്ഷിക്കാൻ വന്ന ആ മൃത്യുഞ്ജയ ഭാവം, അതായത് അഘോര ഭാവത്തിലിരിക്കുന്ന ശിവനാണ്. അവിടെ യമന്റെ ഒരു നടയുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ ഈ വിവാഹം കഴിക്കുന്നതും 60 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ആയുസ് കൂട്ടി കിട്ടണമെന്നാണ് നമ്മുടെ വിചാരം. ആയുസ് ഉള്ളതേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നും. അവിടെ ചെന്ന് യമനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖങ്ങൾ മാറും. യമൻ എന്ന് പറഞ്ഞാൽ ആരാ? ഓരോ യാമങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന യഥാർത്ഥ ആത്മശക്തി. യമൻ എന്ന് പറഞ്ഞാൽ വേറെ പോത്തിന്റെ പുറത്ത് വരുന്ന കറുത്ത വസ്ത്രമായിട്ട് ആളൊന്നുമല്ല. യമൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ധർമ്മം, അതാണ് ധർമ്മരാജൻ എന്ന് പേര്. നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങൾക്ക് അതിന് ചിത്രഗുപ്തനായിട്ട്, നമ്മുടെ ശരീരമാകുന്ന ചിത്രത്തില് ഗുപ്തമായിട്ടിരുന്ന ഓരോ കർമ്മങ്ങൾക്കും റെക്കോർഡ് ചെയ്ത് നമുക്ക് ഫലം തരുന്ന ആള് ചിത്രഗുപ്തൻ. ഇവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന പറയുന്നത് എന്താ? യമൻ യാമത്തിലിരിക്കുന്നവൻ, നമ്മുടെ ചിത്രഗുപ്തൻ കർമ്മങ്ങളുടെ ഫലം തരുന്നത്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ യമന്റെ നടയിൽ ചെന്ന് ദുഃഖങ്ങൾ മാറണം, ദേവിയെ തൊഴണം എന്നൊക്കെ പറയാൻ കാരണം. സന്തോഷം തരും. കാരണം എന്താ? ഈ ദേവിയെ കണ്ടാല് ഒരു അഷ്ടദിക്പാലകരും നമ്മുടെ കൂടെ ഇരിക്കില്ല. അവിടെ അമ്മ ഇരിക്കുന്നിടത്ത് അവരെല്ലാം ദിക്പാലകരായിട്ട് നിൽക്കുകയുള്ളൂ. അവര് ദൃക്കിനെ തൊടില്ല, ദൃശ്യങ്ങളായിട്ടിരിക്കുകയുള്ളൂ. ദൃക്ക് അമ്മയാണ്, എല്ലാം കാണപ്പെടുന്ന ബോധസ്വരൂപമായിട്ടിരിക്കണ അമ്മ. അപ്പൊ ആ ദേവിയെ തൊഴുതാല് എന്താ? നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചാൽ എന്താ? കാലം പോലും എന്താ? ആമാവാസിയെ പൗർണമിയാക്കാനും പൗർണമിയെ ആമാവാസിയാക്കാനും കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രപഞ്ച ഘടന പോലും മാറ്റാൻ ആ ഒരു ഭക്തന് പറ്റും. അതുകൊണ്ട് തൃക്കടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എന്ത് ദുഃഖവും സന്തോഷമായിട്ട് അവിടെ ആ തൃപ്പാദങ്ങളിൽ, തൃച്ചേവടികളിൽ, അഭിരാമി വല്ലിയുടെ തൃച്ചേവടികളിൽ അഭയം പ്രാപിച്ച ഒരു ഭക്തനെ ഒരിക്കലും അമ്മ കൈവിടില്ല എന്നുള്ള ആ ഒരുപാട് കഥകൾ പിന്നെ അതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട്. അപ്പോ ദേവിയെ വിശ്വസിച്ചാല് ഈ ദേവി, അതായത് എല്ലാ ദേവതകളെയും നമസ്കരിക്കണം, എല്ലാ സ്ത്രീകളെയും നമസ്കരിക്കണം അഭിരാമി ഭട്ടര് ചെയ്യാൻ കാരണം എന്താ? എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഈ ദേവിയാണ്. സ്ത്രീകളെ നമസ്കരിച്ചാല് ദേവി സന്തോഷിക്കുന്നതാണ്. അതാണ്
ആഗമശാസ്ത്രം പറയണു സ്ത്രീ ദേവതകളെ എന്താ പറയാ നമസ്കരിക്കണം. 3, 6, 9, 15, 16, 32 ഇതുപോലെ ഏത് തരത്തിലും നമുക്ക് ദേവിയെ വർണ്ണിക്കുന്നുണ്ട്, ദേവിയുടെ പ്രായം. അപ്പൊ ഏത് വയസ്സിലുള്ള സ്ത്രീകളെ നമസ്കരിച്ചാലും അത് ദേവിയെ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഓരോ നിറത്തിന് ഓരോ ഫലങ്ങൾ കൊടുക്കുന്നുണ്ട്. ചുവപ്പ്, കറുപ്പ്, പച്ച ഇങ്ങനെ ഓരോ നിറത്തിൽ ദേവിയെ കണ്ട് വർണ്ണിച്ചാല് എന്താ ഓരോ പുരുഷാർത്ഥങ്ങളിൽ ഓരോന്ന് കിട്ടും. അങ്ങനെ ദേവി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള എന്താ നമ്മൾ എവിടെയോ ഇരിക്കുന്ന ദേവിയല്ല, നമ്മൾ വിളിച്ചാല് നമ്മുടെ മുമ്പില് പ്രത്യക്ഷമായിട്ട് വരുന്ന ദേവിയാണ്, അതിന് സംശയമില്ല. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ചെറിയ കഥ എന്താ വെച്ചാൽ, ഇതിനകത്ത് ദേവതയെ കേശാദിപാദം എന്നുള്ള മുറയാണ് സാധാരണ പറഞ്ഞിരിക്കുന്ന അഭിരാമി അന്താദിയില് ഉദിക്കുന്ന സൂര്യൻ. ആദ്യത്തെ ശ്ലോകം എന്തെന്ന് വെച്ചാല് സാധാരണ പുരുഷ ദേവതയാണ് പാദാദികേശം വർണ്ണിക്കുന്നത്. സ്ത്രീ ദേവത എവിടെ? ദേവി ശ്രീചക്രത്തിലൊക്കെ വരുമ്പോ ദേവിയുടെ കേശമാണ്, നമ്മുടെ കിരീടമാണ് ആദ്യം കാണുന്നത് അല്ലെ. അപ്പൊ ദേവിയൊക്കെ വർണ്ണിക്കുമ്പോൾ നമ്മൾ വർണ്ണിക്കുന്നത് മുഖത്തിൽ നിന്ന് താഴോട്ടാണ്. അപ്പൊ ഈ ഉദിക്കുന്ന സൂര്യൻ അതായത് ദേവിയുടെ സീമന്ത സിന്ദൂരം, ഭർത്താവാണ്, ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ആളാണെന്ന് കാണിക്കാനാണ് ദേവിയുടെ സീമന്ത സിന്ദൂരം ആദ്യം വർണ്ണിക്കുന്നത്. അത് ശിവഭാവമാണ്, ശിവൻ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. അതായത് പുത്രനെ കാണിക്കുന്നുണ്ട്, ഗണപതിയെ കാണിക്കുന്നുണ്ട്, കല്യാണം അതായത് ഒരു കുടുംബത്തിന് പിൻതലമുറയെ കൊടുക്കുന്നവൾ എന്ന അർത്ഥം, മംഗളം തരുന്നവൾ. ദേവി നിത്യസുമംഗലിയാണ്, മുൻകോപിയായിരിക്കുന്ന ശിവനെ തന്റെ സ്വാധീനത്തിൽ വെക്കുന്നവളാണ്. ഇപ്പോ നമോ ഭഗവതേ രുദ്രമന്യവേ എന്നാ പറയണത്. രുദ്രമന്യവേ, രുദ്രന്റെ കോപത്തിനെ തണുപ്പിക്കുന്നവൾ. അതായത് ശ്രീരുദ്രത്തിലെ രുദ്രൻ എന്താ കോപത്തിൽ നിൽക്കുകയാണ്, ആ കോപത്തിനെ പോലും തണുപ്പിക്കുന്ന അല്ലയോ ദേവി, ദേഷ്യമുള്ള ആളിനെ തന്റെ വശത്ത് നിർത്തിയിരിക്കുന്നവൾ. അപ്പൊ മനുഷ്യൻ എന്താ 4 തരത്തിലാണ് തിരിച്ചറിവുള്ളത്. അതായത് നമുക്ക് ഈ പറഞ്ഞ ശരീരം എന്താണ്? കുരുടൻ, ചെകിടൻ, വെളുപ്പ്, കറുപ്പ്. നമ്മൾ എന്താ മനസ്സിന്റെ തലമാണ് അല്ലെ. മനസ്സിന്റെ തലത്തിൽ നമ്മൾ കരുണ, കോപം, സ്വാർത്ഥം, സ്നേഹം, ഇങ്ങനെ മനസ്സ്. പിന്നെ ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ ഡോക്ടറാണ്, സയന്റിസ്റ്റ് ആണ്, സാധാരണ ആളാണ്. പക്ഷെ ജ്ഞാനിയുടെ തലത്തില് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞവൻ എന്ത് ചെയ്യും? ഈ 4 തലത്തിലുള്ളവരെയും ഏറ്റവും അതിക്രമിച്ച് നിൽക്കുന്ന ആരാണ്? ജ്ഞാനി. അവിടെ ശരീരത്തിനുള്ള രൂപഭേദങ്ങളൊന്നും കാണാറില്ല. യഥാർത്ഥ ജ്ഞാനം കിട്ടിയത്, അതായത് ഈ ദേവിയെ അറിയുന്നവർ, ജ്ഞാനികളാൽ മാത്രം അറിയപ്പെടുന്നവളാണ്, അറിയപ്പെടുന്ന ദേവിയാണ്, ഒരു മാണിക്യമാണ് ദേവി. ഇതൊക്കെ ഈ അഭിരാമിയുടെ ആദ്യത്തെ 2-3 ശ്ലോകങ്ങള് എനിക്ക് അത്രയും എന്താ പറയാ സന്തോഷമുള്ളതുകൊണ്ട് എഴുതി വെച്ചാണ്. ജസ്റ്റ് അതിലൂടെ ആദ്യത്തെ 3 ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ദേവി പൂർവ്വജന്മ പുണ്യമാണ് അമ്മയെ അറിയുന്നത്. എവിടെ നിന്നാണ് ഞാൻ വന്നു, എനിക്ക് എവിടെയാണ് തിരിച്ചു വരേണ്ടത് എന്ന് എനിക്ക് വഴി മനസ്സിലായി. അമ്മയിൽ നിന്നാണ് ആദി, അമ്മയിൽ തന്നെ അന്തം. എല്ലാം ഒടുങ്ങുന്നതും തുടങ്ങുന്നതും അവിടെയാണ്. അമ്മ, എനിക്ക് ഏത് ജന്മമായാലും ഈ പറഞ്ഞ ജന്മങ്ങളിലൂടെ നേടിയെടുത്ത എന്റെ ഈ സാധന, ഈ അറിവ്, ഈ ശ്രീവിദ്യ ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോകരുതേ. അല്ലയോ അഭിരാമി, അമ്മ എന്നെ അനുഗ്രഹിക്കണം. പിന്നെ അഭിരാമി തന്നെയാണ് കൊച്ചുകുട്ടിയായിട്ട് എന്ത് ചെയ്തു? എന്താ ഒരു കാമ്യഫലം കിട്ടും എന്ന് പറയാൻ കാരണം, ഈ ദേവിയെ ചെറിയ കുട്ടിയായിട്ട് കണ്ടാൽ തന്നെ, അതായത് ദേവിക്ക് ചുവപ്പ് നിറത്തില് ഉച്ചിയില് കുങ്കുമത്തോടുകൂടി തടില്ലതാ മിന്നൽ കൊടി പോലെ ഇരിക്കുന്ന ഒരു ഭാവത്തിൽ കണ്ടാൽ എന്താ? അവർക്ക് കയ്യിൽ അക്ഷമാല, ചന്ദനം, കുങ്കുമം കലർന്ന വർണ്ണം, ഇങ്ങനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ടിരിക്കുന്ന ദേവി. ഈ 3 നിറങ്ങളോടും കൂടി ചേർന്നിരിക്കുന്ന ദേവിയെ കണ്ടാല് കാമ്യഫലം എന്താഗ്രഹിച്ചാലും അത് നടക്കും എന്നാണ്. ദേവിയെ തൊഴുതാൽ എന്ത് ചെയ്യും? ദേവിയെ തൊഴുതാൽ ഒരു ചോദ്യം പിന്നെ ഉള്ളിൽ വരില്ല, കർമ്മം എല്ലാം ക്ഷയിക്കും. അത്രയും എന്താ പറയാ, അവിടെ ചെന്ന് തൊഴുതാലുള്ള ഫലങ്ങളാണ്. ജ്ഞാനശക്തി കിട്ടും. എങ്ങനെയാണ് ദേവിയെ അർച്ചന ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു തേങ്ങ, വെറ്റില, പൂവ്, നക്ഷത്രം ഇതെല്ലാം പറഞ്ഞിട്ടാണ് ശാസ്ത്രത്തിൽ പറയുന്ന അർച്ചന. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒന്നും വേണ്ട. ആഗമം പറയുന്നു ദേവിക്ക് അർച്ചനയിൽ 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് മന്ത്രം, തന്ത്രം, ക്രിയ, ഭാവന. ഇതാണ് അർച്ചന എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രം, തന്ത്രം എന്നാൽ എന്താ? എന്ത് ചെയ്യണം, എന്തറിയണം എന്നൊക്കെ അറിയണ്ടേ നമ്മള്. പക്ഷെ ഇവിടെ ചെന്നാലോ ദേവി ഭഗവാനെ ശുക്ലാംബരധരെന്ന് ഗണപതിയെ പ്രാർത്ഥിക്കേണ്ട, ദേവിക്ക് പ്രത്യേക മന്ത്രങ്ങളൊന്നുമില്ല, ഒന്നും വേണ്ട. ഒറ്റ വാക്ക് മതി, അഭിരാമി. അഭിരാമി വല്ലി എന്നെ കാപ്പാത്തുങ്കോ, അമ്മ എന്നെ രക്ഷിക്കണം. ഈ ഒരൊറ്റ വാക്ക് മതി. എന്ത് ചെയ്യണം? 5 പ്രാവശ്യം ഇത് ജപിച്ചാൽ നമ്മുടെ ശരീരത്തിലെ സുഷുമ്ന നാഡിയിലൂടെ ആ ദ്വാരത്തിലൂടെ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് മനസ്സ് യാത്ര ചെയ്യും. അത്രയ്ക്ക് വിദ്യുൽ ലേഖയായിട്ട്, കുണ്ടലിനി ശക്തിയായിട്ട് നമ്മുടെ സഹസ്രാരത്തിൽ ചെന്ന് ദേവി അമൃത് പൊഴിയിക്കും. അത്ര ശക്തിയാണ് ഇവിടുത്തെ അഭിരാമി വല്ലിക്ക്. തൃക്കടിയൂർ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ബാലാംബികയായിട്ട്, ഒരു കാലസംഘർഷണ മൂർത്തിയുടെ ഭാര്യയായിട്ട്, അവിടെ ബാലാംബിക കാലസംഘർഷണ മൂർത്തിയുടെ ഭാര്യയായിട്ടിരിക്കണം, ബാലാപരമേശ്വരി.
തൃക്കടിയൂർ അഭിരാമിയല്ല, വേറൊരു ക്ഷേത്രമുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ. അവിടെയാണ് ശിവൻ, അവിടെ ശിവന്റെ ഭാവമാണ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്ന മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വന്ന അഘോര ഭാവം. അവിടെയാണ് ഭാര്യയായിട്ടിരിക്കുന്നത് ബാല പരമേശ്വരിയാണ്. 7 വയസ്സുള്ള പെൺകുട്ടി. ദേവിക്ക് പേര്. അഭിരാമിയെ പൂജിക്കുന്നവരെല്ലാം തന്നെ ഈ ദേവതകളെയും പൂജിക്കണം. അഭിരാമി സാക്ഷാൽ ത്രിപുരസുന്ദരിയാണ്, ഉപാസനാ മൂർത്തിയാണ്, വേദ പൊരുളാണ്, പാശം, അങ്കുശം, കോദണ്ഡം, പുഷ്പബാണ സ്വരൂപത്തോടുകൂടി എന്താ ഒരു പെറ്റമ്മയെ പോലെ 24 മണിക്കൂറും അമ്മയായിട്ടിരുന്ന് ഭോഗം, മോക്ഷം, ജ്ഞാനം എല്ലാം കൊടുക്കുന്ന ഭഗവതിയാണ്. അഭിരാമി ഭട്ടർക്ക് പ്രത്യക്ഷ അനുഭവമാണ് ദേവി. പിന്നെ ഇതിന്റെ ലാസ്റ്റ് കഥയാണ്. അദ്ദേഹം ചെറുതായിരുന്നപ്പോ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു എന്ന്. അപ്പൊ അദ്ദേഹത്തിന് കാശി പോണമെന്ന് ആഗ്രഹം. വളരെ ബുദ്ധിമുട്ടാണ്, വഴിച്ചെലവിന് പൈസയില്ല. ഭാര്യ രണ്ടാമത് പ്രസവിച്ചു കിടക്കണു. രണ്ടാമത്തെ കുഞ്ഞിന് 6 മാസം, മൂത്ത കുട്ടിക്ക് 6 വയസ്സ്. അപ്പൊ എങ്ങനെ പോകും? സാരയില്ല, എനിക്ക് ഉള്ള പൈസ കൊണ്ടുപോകും, എന്നെ അഭിരാമി കൊണ്ടുപോകും, എനിക്ക് കാശി ചെന്ന് വിശാലാക്ഷിയെ തൊഴണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും അദ്ദേഹത്തിന്റെ അടുത്ത്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്ത് ചെയ്യണം, ഈ എന്റെ മൂത്ത മോളെ കൂടെ കൊണ്ടുപോയി. വേണ്ട വേണ്ട, കൊച്ചു കുഞ്ഞാണ്, ഞാൻ അവളെ കൊണ്ടുപോകില്ല, എന്നെ ദേവി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ ചെന്ന് ദേവി അഭിരാമിയുടെ നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് നിൽക്കണം. അമ്മ ഞാൻ കാശി പോയിട്ട് വരാം, നാളെ 2. ഇങ്ങനെയാണ് പോകുമ്പോഴെല്ലാം യാത്ര ചോദിച്ചിട്ടാ പോകുന്നത്. അമ്മ ഞാൻ പോയിട്ട് വരാം, എനിക്ക് അവിടെ ചെന്ന് വിശാലാക്ഷി ഭാവം കണ്ടിട്ട് ഞാൻ മറ്റന്നാൾ തന്നെ തിരിച്ചു വരും, എല്ലാം പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇത് തൊഴുതിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് തന്റെ കുറച്ച് മുമ്പിലോട്ട് നടന്നപ്പോ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ മകള് തന്നെ പുറകെ ഓടി വരികയാണ്. അച്ഛാ ഞാനും വരണു, എന്നെ കൂടെ കൊണ്ടുപോകണു. അപ്പൊ ഇദ്ദേഹം അതിശയിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാര്യ പറഞ്ഞു, ശരി മകള് വരണ്ടെന്നല്ലേ പറഞ്ഞു, ഇപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ, പക്ഷെ ഒരിക്കൽ ഒരു വഴി യാത്രയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു പോക്കൂടാന്നാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, സാർ എന്നാ ശരി, ഭാര്യ പറഞ്ഞു വിട്ടതായിരിക്കും, മകളുടെ സ്നേഹമായിരിക്കും എന്ന് വിചാരിച്ചു. ശരി മോളെ, നീ എനിക്ക് വിഷമങ്ങളുണ്ട്, എല്ലാം നീ സഹിക്കും. ഓ അച്ഛാ ഞാൻ എല്ലാം സഹിക്കാം എന്ന് പറഞ്ഞ് മകളുടെ രൂപത്തില് കൂടെ വരികയാണ്. കാശി ക്ഷേത്രം അന്ന് യാത്രയാണ്, സത്രത്തിൽ താമസിക്കണം, ഭക്ഷണം കഴിക്കണം, കിടക്കണം, മെത്തയൊക്കെ വിരിച്ചു കൊടുക്കണം, എല്ലാം വേണം. ഈ കൊച്ചു പെൺകുട്ടി എല്ലാത്തിനും അച്ഛാ അച്ഛ എന്ന് പറഞ്ഞ് കയ്യിൽ തൂങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇദ്ദേഹം അതിശയിച്ചു, എന്റെ കുട്ടിക്ക് ഇത്രയും കഴിവില്ല, ഇങ്ങനെയൊന്നും ചെയ്യൂലായിരുന്നു, ഇത് എന്തു പറ്റി എന്റെ മകൾക്ക് ഇത്രയും? അദ്ദേഹം വല്ലാതെ ഒരു അത്ഭുതപ്പെട്ടു. രാത്രി കടന്നുറങ്ങുന്നതൊക്കെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശം. കടന്നുറങ്ങുന്ന ഒരു 6 വയസ്സുള്ള കുട്ടി തന്റെ മകൾക്ക് ഇത്രയും ഒരു ചൈതന്യം ഇതുവരെ കണ്ടിട്ടില്ല, അതുപോലെ ഇരിക്കണം. പക്ഷെ ഉറങ്ങുന്ന നോക്കുമ്പോ സർവാഭരണ വിഭൂഷിതമായിട്ട്, കാലില് പാദസരം, എന്താ പറയാ, ഒരു കാഞ്ചിധാമം, അത് ഒട്ടിയാണമൊക്കെ ധരിച്ച് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് ഒരു സുന്ദരിയായിട്ട് ഒരു കുഞ്ഞു കിടന്നുറങ്ങും പോലെ തന്റെ മകളുടെ രൂപമാണെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കണ്ടിട്ടില്ലാത്ത ഒരു ചൈതന്യം ഇദ്ദേഹം കാണുന്നു. പിന്നെയും തന്റെ സ്വപ്നമായിരിക്കാം, തനിക്ക് എപ്പോഴും ദേവിയെ വിചാരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ തോന്നുന്നതാണ്. ദേവിയുടെ പാദത്തിൽ കിടക്കുന്ന അതേ കൊലുസ്, ദേവിയുടെ ഇടുപ്പിലിട്ടിരുന്ന അതേ ഒഡ്യാണം, ദേവിയുടെ കഴുത്തിൽ കിടക്കുന്ന അതേ മാലകൾ, ഇത് എന്തു പറ്റി? എപ്പോഴും സദാ എനിക്ക് ഭ്രാന്തായി കാണും, എന്റെ തലയ്ക്ക് എന്തോ പ്രശ്നമാണ്. അതായത് ദേവിയുടെതെല്ലാം ഞാൻ ഈ കൊച്ചു പെൺകുട്ടി എന്റെ മോളിട്ടു, എന്റെ മകൾക്ക് എവിടെ ആഭരണം, ഞങ്ങൾക്ക് നിത്യവൃത്തി കഴിച്ചുകൂടാൻ പോലും പണമില്ല, എനിക്ക് തോന്നലാണെന്ന് പറഞ്ഞ് ഓരോ സമയം മാറ്റുകയാണ്. മനസ്സിനെ മാറ്റി കാഞ്ചി അവിടെ ചെന്നു. കാശി വിശാലാക്ഷിയെ തൊഴുതു രണ്ടുപേരും. അവിടെ ചെല്ലുമ്പോ ഈ കുട്ടി ഓടി അകത്ത് സ്വന്തം അമ്മയെ കാണാൻ പോകുമ്പോൾ ഈ മകൾ ഓടി അങ്ങ് അകത്ത് കയറി പോവാണ്. അപ്പൊ എല്ലാരും പോറ്റി പറഞ്ഞു, അയ്യോ ഈ കുഞ്ഞെന്താ അകത്ത് കയറി വരുന്നത്, അകത്ത് ഗർഭഗൃഹത്തിൽ കയറാൻ പാടില്ല. പറഞ്ഞു സാരയില്ല, എന്നെ അമ്മ വിളിച്ചിട്ടാണ്, അറിയാത്ത പോലെ ഈ കുട്ടി ഓടി അകത്ത് കയറി വിശാലാക്ഷിയുടെ വിഗ്രഹത്തിൽ കെട്ടിപ്പിടിച്ചു എന്നാ പറയണത്. അപ്പൊ ഇദ്ദേഹം സുബ്രഹ്മണ്യ ഭട്ടര് പറയണ, എന്താ മോളെ നീ ചെയ്തത്, നിനക്കറിയില്ലേ നമ്മളെ ക്ഷേത്രത്തിന്റെ അടുത്തല്ലേ താമസിക്കുന്ന, ക്ഷേത്ര മര്യാദകളില്ലേ, ഒരിക്കലും ഗർഭഗൃഹത്തിൽ പോകാൻ പാടില്ല. ഈ കുട്ടി പറയണ, അച്ഛാ എനിക്ക് അതുകൊണ്ടല്ല അച്ഛാ, എന്നെ അമ്മ വിളിച്ചു, എന്നെ എന്താ തായ് കൂപ്പിട്ടിരിക്ക എന്ന് പറയാ, എന്റെ അമ്മ വിളിച്ചു എന്നെ, എനിക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം അത്ഭുതപ്പെട്ടു, എന്തു പറ്റി, മകള് സംസാരിക്കുന്നതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നിട്ടും അദ്ദേഹം വിചാരിച്ചു എപ്പോഴും ദേവിയെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്കൊരു സ്ഥലജലഭ്രമം. അവിടുന്ന് തൊഴുതു തിരിച്ചു വരികയാണ് രണ്ടുപേരും. അപ്പൊ തിരിച്ച് തൃക്കടിയൂർ ക്ഷേത്രത്തിൽ വന്ന് അഭിരാമിയുടെ വിഗ്രഹത്തിന്, അമ്മ ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് മകളെ കാണാനില്ല. കൂടെ വന്ന മകൾ അവിടെ അപ്രത്യക്ഷപ്പെടുകയാണ്. നോക്കിയപ്പോ അഭിരാമിയുടെ മുമ്പില്, അഭിരാമിയുടെ വിഗ്രഹത്തിന് മകളുടെ മുഖം, ബാലാംബികയുടെ നടയിൽ ചെന്നപ്പോ മകളുടെ മുഖം, എവിടെ ചെന്ന് നോക്കുമ്പോഴും വിഗ്രഹങ്ങളിലെല്ലാം മകളുടെ മുഖമാണ് കാണുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, എന്താണ് അമ്മ ചെയ്തത്, എനിക്ക് ഈ പാവപ്പെട്ട ഈ പറഞ്ഞ എന്താ ഒരു വെറും
എന്താ എളിയ തരത്തിൽ എനിക്ക് ഒന്നുമില്ല അമ്മ അമ്മയ്ക്ക് തരാൻ, അമ്മയ്ക്ക് പാൽപായസം തരാനോ സ്വർണ്ണ കരണ്ടി കൊണ്ട് കോരി തരാനോ ത്രിമധുരം തരാൻ പോലും കഴിവില്ലാത്ത ഈ പാവപ്പെട്ടവന് കിടക്കാൻ തുണി വിരിച്ചു തരികയും കൂടെ വരികയും വെള്ളം എടുത്തു തരികയും ചെയ്തത് അമ്മയായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് ദേവി ഓടി വീട്ടിൽ ചെല്ലുമ്പോൾ മകൾ അവിടെ ഇരിക്കുക. അപ്പൊ ഭാര്യയോട് ചോദിക്കുന്നു, നീ എന്തിനാ മകളെ എന്റെ കൂടെ അയച്ചില്ലേ? അപ്പൊ പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയണത്? ഈ കൊച്ചുകുട്ടി എങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കും? നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അപ്പൊ പറഞ്ഞു അഭിരാമി എന്ന് പറഞ്ഞ് ഓടി തിരിച്ചു ചെന്ന് ക്ഷേത്രത്തിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ആ ഒരു 12 മണിക്കൂർ ഒരേ കിടപ്പ് കിടക്കുകയാണ്. ഇനി എനിക്ക് മുക്തിയുണ്ട്, മുക്തി കിട്ടി, എനിക്ക് മുക്തി കിട്ടി, ഭഗവതി ബാലയായിട്ട് എന്റെ കൂടെ വന്നു, എനിക്ക് ഇതീപരമൊന്നും ഇല്ല അമ്മ എന്ന് പറഞ്ഞ് ആ ഒരു കഥ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അഭിരാമി പട്ടർ അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ തന്നെ ദേവിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. കാരണം എന്താ, ഈ പറഞ്ഞ ഈ കൊച്ചു കുഞ്ഞു കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന് ഭയം, ഈ കിടക്കുന്ന ആഭരണങ്ങൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ, എന്റെ കുഞ്ഞിനാണോ ഇത് ഇട്ടിരിക്കുന്ന ഭയം. അപ്പൊ രാവിലെ നോക്കുമ്പോ കുട്ടിക്ക് ആഭരണങ്ങളൊന്നുമില്ല, രാത്രിയാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ അഭിരാമി അമ്മ ഇതെന്താണ് അമ്മ കാണിക്കുന്നത്, എന്റെ കുഞ്ഞിന് എന്തിനാ ഇത്രയും ആഭരണം കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. എല്ലാരും ഇത് പോരാ എന്ന് പറയുമ്പോ ഇദ്ദേഹം പറയുന്നു, ഇത് എങ്ങനെ ഞാൻ കാത്തു സൂക്ഷിക്കും അമ്മ, എന്റെ വീട്ടില് ജനലില്ല, കതകില്ല, പാവപ്പെട്ട ഈ എന്താ ഈ ഈ സുബ്രഹ്മണ്യ പട്ടർക്ക്, അഭിരാമി പട്ടർ എന്ന് സ്വയം പറയും, അഭിരാമി പട്ടർക്ക് വീട്ടില് അടച്ചുപൂട്ടില്ല അമ്മ, ഏത് കള്ളനും കയറി എന്തും എടുത്തോണ്ട് അമ്മ, ഈ ആഭരണങ്ങളൊന്നും എനിക്ക് വേണ്ട, അമ്മ തന്നെ വെക്കൂന്ന് അദ്ദേഹം പറയും. എനിക്ക് അമ്മ മതി, എനിക്ക് ഭഗവതി മതി എന്ന് പറയുന്ന അങ്ങനെ കൊച്ചിലെ തന്നെ ബാലാസ്വരൂപത്തോടുകൂടി ഈ ഇദ്ദേഹത്തിന്റെ മകളായിട്ട് ദേവി ഒരു ലീല കാണിച്ചതായിട്ട് കാമാക്ഷി വിലാസത്തിലും ഈ പറഞ്ഞ 2-3 ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. അപ്പോ എന്താ ആ ഒരു നമ്മൾ ഇതിനകത്തുനിന്ന് കാണുന്നത്, ആ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള മനസ്സ്. ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കുറെ പൂജകളോ കുറെ തർപ്പണങ്ങളോ കുറെ ഇതെല്ലാം വേണം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ. അമ്മയ്ക്ക് ഇതൊന്നും വേണ്ട, ഇതെല്ലാം നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയയാണ്. അമ്മയ്ക്കായിട്ട് ഒന്നുമല്ല, അമ്മ ഈ പ്രപഞ്ചമാണ്, നമ്മളാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹാശക്തിയാണ്. നമ്മൾ കൊടുക്കുന്നത് ഒന്നിനും കണക്ക് വെക്കണില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം ഉയർന്നത് കൊടുക്കുന്നു, എത്രത്തോളം നല്ലത് കൊടുക്കുന്നു, അത്രയും നല്ലത്. നമുക്കറിയാം പ്രപഞ്ച നിയമം, നമ്മൾ എന്ത് കൊടുക്കുന്നു അത് എന്താ പറയാ, നമ്മുടെ കർമ്മങ്ങൾക്ക് അതുപോലെ ആ ഒരു ഫോർ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്നത് അമ്മയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന്. അപ്പൊ എന്താണോ അമ്മയ്ക്ക് കൊടുക്കുന്നത്, എന്താണെങ്കിലും നമ്മുടെ എത്രയും ഉയർന്നത്, നമ്മുടെ കഴിവിനും ഉയർന്നത് കൊടുക്കണം. പക്ഷെ അമ്മ തരുന്നതിന് കണക്കില്ല, അതിന് ലിമിറ്റേഷൻ ഇല്ല. വാരിക്കോരി സ്വർണ്ണ നെല്ലിക്ക എങ്ങനെയാണോ ഈ പറഞ്ഞ ഭഗവത് പാദര് പാടിയപ്പോ ആ ഒരു അഴുകിയ നെല്ലിക്ക കൊടുത്തപ്പോ സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചത്, അതുപോലെ ഭഗവതി എന്ന് പറയുന്നത് അവ്യാജ കരുണാമൂർത്തി. അവിടെ എന്താ പറയുക, വ്യാജമായിട്ടുള്ളതൊന്നും കൊണ്ടുവരാതെ നിറഞ്ഞ മനസ്സോടുകൂടി ആ മനസ്സിനെ സദാ അമ്മയുടെ പാദപത്മങ്ങളിൽ അഭിരാമി അമ്മാന്ന് വിളിക്കുക, അവിടെ വിൽക്കുക. അത് മാത്രമേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുള്ളൂ. അത് കൊടുത്താൽ എന്താ, അവര് തന്നെയാണ് ശ്രീവിദ്യ ഉപാസകര്. അവന് മന്ത്രജപം വേണ്ട, പൂജകൾ വേണ്ട. ആ ഒരു ഹൃദയ പത്മത്തില് രാവും പകലും സുഷുപ്തിയിലും ജാഗ്രതയിലുമൊക്കെ ആ രൂപം സദാ തെളിഞ്ഞിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ആ അമ്മയെ നമ്മുടെ ഹൃദയ പത്മത്തില് ആ ഒരു പ്രകടീകൃതമാക്കാൻ പറ്റണം. അതുതന്നെയാണ് നമ്മുടെ സാധനയുടെ ലക്ഷ്യവും. അതിനമ്മ അനുഗ്രഹിക്കട്ടെ. നാളെ ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.